പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒരു ആരാധനയിൽ വിടുതലുകൾ നടക്കുമ്പോൾ പിശാച് സൗണ്ട് സിസ്റ്റത്തോടാണ് സാധാരണ പോരാടാറുള്ളത്, ഇലക്ട്രിസിറ്റിയോടാണ് പോരാടാറുള്ളത്. നമ്മൾ AJ ഹോളിൽ ആദ്യം മീറ്റിംഗ് തുടങ്ങിയപ്പോൾ നമുക്കറിയാം, ഒന്നിനു പുറകെ ഒന്നായി 7 സിസ്റ്റം അവിടെ കത്തിപ്പോയി. ഒടുവിലൊരു ദിവസം ഭിത്തിയിലുള്ള വയറ് കത്തുന്നത് നമ്മൾ കണ്ടു. പക്ഷെ എന്തെല്ലാം കത്തിച്ചാലും നമ്മുടെ അകത്ത തീ കെടാത്തോടത്തോളം കാലം പ്രൈസ് ഗോഡ് നമുക്ക് ആരാധനയുണ്ട്, അതിൽ കൂടെ വിടുതലുമുണ്ട്. ഇന്ന് പകല് ഞാൻ ആദ്യം ഓർപ്പിച്ചല്ലോ, ചില വിടുതലുകൾ ദൈവം നമുക്ക് തരുന്നുണ്ട്, തന്നു തരാനും പോകുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം ജനം വിടുതൽ പ്രാപിക്കുന്നതിന് തടസ്സമായി വ്യാപരിക്കുന്ന അന്ധകാര ശക്തികൾ വിട്ടുമാറും. ഹല്ലേലൂയ. ഇന്നത്തെ സങ്കീർത്തനം നമുക്ക് ദൈവം തന്ന മഹത്തായ ഒരു സങ്കീർത്തനമാണ്. ഈ കഴിഞ്ഞ ഒരാഴ്ച തിരിഞ്ഞു നോക്കുമ്പോൾ പ്രൈസ് ഗോഡ് നമ്മുടെ കൂടെ ആരാധിക്കുന്ന നമ്മുടെ കൂട്ടുവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം 2 കുടുംബത്തെ സംബന്ധിച്ച് വളരെ ദുഃഖമുളവാക്കുന്ന ആഴ്ചയായിരുന്നു. കഴിഞ്ഞതിന് മുൻപത്തെ ആഴ്ച നമ്മുടെ കൂടെ ആരാധിച്ചിരുന്ന താമരദാസൻ മാത്യു ഈശോ ഈ ലോകത്ത് നിന്ന് വിളിച്ച് മാറ്റപ്പെട്ടു. ഈ കഴിഞ്ഞ ആഴ്ച നമ്മുടെ കാരുകുളം പീറ്ററിൻ്റെ പിതാവ്, പിന്നെ അശ്വതിയുടെ പിതാവ്, 2 പേര് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. പ്രൈസ് ഗോഡ്. ദൈവം കാലാകാലങ്ങളിൽ ഈ ലോകത്ത് ജീവിക്കുവാൻ നമുക്ക് ഭാഗ്യം തരുന്നു, ദിവസങ്ങളും ആണ്ടുകളും തരുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ നീ ഞങ്ങളെ ഉപദേശിക്കണമേ. പ്രൈസ് ഗോഡ്. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കേണ്ടതിന് ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ നീ ഞങ്ങളെ ഉപദേശിക്കണമേ. പ്രൈസ് ഗോഡ്. നമ്മളെത്ര ശവോടക്ക് കൂടിയാലും നമുക്കൊരു മാനസാന്തരം ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ വന്നില്ലെങ്കിൽ നമ്മളിങ്ങനെ അങ്ങ് അവസാനിക്കത്തേ ഉള്ളൂ. മറ്റുള്ളവരുടെ കഷ്ടം കാണുമ്പോൾ, ദുഃഖം കാണുമ്പോൾ, വേദന കാണുമ്പോൾ നമ്മുടെ ഉള്ളിനൊരു ഒരുക്കമുണ്ടാകണം. നാളെ എനിക്കും ഇത് സംഭവിക്കാം എന്നുള്ളൊരു ബോധം നമ്മളെ ഭരിക്കണം. നീ എൻ്റെ ആയുസ്സിനെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു, ഈ പ്രതാപം എല്ലാം തീരും, പേരും പെരുമയും തീരും. പ്രൈസ് ഗോഡ്. ഈ ഒരു ബോധം നമുക്കുണ്ടാകണം. അതില്ലെങ്കിൽ ജീവിക്കുന്നിടത്തോളം കാലം പേരെടുക്കാനും സ്ഥാനമുണ്ടാക്കാനും മാനമുണ്ടാക്കാനും, അത് ശുശ്രൂഷയിലാണെങ്കിൽ പോലും, രാഷ്ട്രീയക്കാർ ചെയ്യട്ടെ നമുക്ക് സാരമില്ല, നിരീശ്വരന്മാർ ചെയ്യട്ടെ സാരമില്ല, പക്ഷെ സ്വർഗത്തിൽ ചെന്ന് സകല പ്രതിഫലം മേടിക്കാനിരിക്കുന്ന വിശ്വാസികൾ അതിനുവേണ്ടി ഓടരുത്. പ്രൈസ് ഗോഡ്. എങ്ങനെയായാലും എൻ്റെ പേരും എൻ്റെ പെരുമയും ആണ് ഏറ്റവും വലുതെന്ന് കണക്കാക്കി എവിടെയും എന്തിനും തയ്യാറാകുന്നൊരു സ്വഭാവം ഇന്ന് ചുറ്റും കാണുമ്പോൾ നമ്മളെ അത് ഭരിക്കരുത്. പ്രൈസ് ഗോഡ്. 2 ഫ്യൂണറൽ ഈ കഴിഞ്ഞ ആഴ്ച നമ്മൾ പലരും അറ്റൻഡ് ചെയ്തു. പ്രൈസ് ഗോഡ്. ഇന്ന് ഞാൻ ഇപ്പോൾ കാണാറില്ല, ഞങ്ങളൊക്കെ കുഞ്ഞുങ്ങളായിരുന്നപ്പം ശവം പെട്ടിയിലാക്കി അടക്കത്തിന് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇന്നത്തെ പോലെ ആംബുലൻസ് ഒന്നുമില്ല. 1 മൈലും 1.5 മൈലും 2 മൈലും ഒക്കെ നടന്നാണ് പോകുന്നത്. ഒരു മഞ്ചമുണ്ട്, ആ മഞ്ചത്തിൽ പെട്ടി വച്ച് 4 or 6 പേര് അതിൻ്റെ തണ്ടുകൾ തോളിൽ വെച്ച് ചുമന്നാണ് സിമിത്തേരി വരെ പോകുന്നത്. അങ്ങനെ ബോഡി കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, ഒരു കറുത്ത തുണി കൊണ്ട് ആ മഞ്ചം മൂടും. പ്രൈസ് ഗോഡ്. അതിന് 2 വശത്തും ആ കറുത്ത തുണിയിൽ വെളുത്ത അക്ഷരത്തിൽ ഒരു എഴുത്തുണ്ടാവും. നിങ്ങൾ ഓർക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് ഞാൻ, നാളെ നീ. ആ ദേശം മുഴുവനും ഈ ഒരു സന്ദേശവും വിളിച്ചു പറഞ്ഞുകൊണ്ട്, വാക്കും ഭാഷണവും കൂടാതെ ഈ ഒരു മെസ്സേജ് അറിയിച്ചുകൊണ്ടാണ് ആ ബോഡി
കടന്നു പോകുന്നത്. പ്രൈസ് ഗോഡ്. കത്തോലിക്കനുള്ള ഭാവം, ആ വിചാരമെങ്കിലും നമുക്കുണ്ടായിരുന്നെങ്കിൽ എത്ര വ്യത്യാസങ്ങൾ വന്നതിനെന്നറിയാം. പ്രൈസ് ഗോഡ്. ഞാൻ ആ ഭാഗം അങ്ങ് വിടുകയാണ്. ചില വ്യത്യാസങ്ങൾ, ചില രൂപാന്തരങ്ങൾ നമുക്ക് വന്നോ ഇല്ലയോ എന്ന് പരിശോധിക്കണം. ഇന്നലെ വന്ന വിശ്വാസിയും 40 വർഷം പഴക്കമുള്ള വിശ്വാസിയും പരിശോധിക്കണം. ഉന്നത പാരമ്പര്യം പറയുന്നവർ പരിശോധിക്കണം. ഞാൻ ഇത്രയും വർഷമായിട്ട് എന്തായി? ഇപ്പോഴും എൻ്റെ സ്വാർത്ഥത, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇതൊക്കെ എവിടെ എന്നെ പിന്നെയും ഭരിക്കുന്നുണ്ടോ? പ്രൈസ് ഗോഡ്. ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. മാതാപിതാക്കൾ ഉള്ളവർ ചിന്തിക്കണം. അവർ കഞ്ഞി കുടിക്കുന്നുണ്ടോ? അവരെത്ര നാൾ കാണും? ആരോ പറയുന്നത് കേട്ടു, പെന്തിക്കോസ്തുകാരൻ്റെ അപ്പനും അമ്മയ്ക്കും ലോകത്തെ ഏറ്റവും വലിയ കഷ്ടകാലം. പ്രൈസ് ഗോഡ്. ഇതൊക്കെ ചിന്തിക്കണം. പണ്ട് ഫെയ്ത്ത് സിറ്റി ചർച്ചിൽ ഒരു എക്സർസൈസ് ഉണ്ടായിരുന്നു. അത് എത്ര പേര് ഓർക്കുന്നു എനിക്കറിയത്തില്ല, ഒന്നുകൂടെ നടത്തണമെന്ന് തോന്നുന്നു. നിങ്ങളുടെ അമ്മായിയപ്പനെയും അമ്മായിയമ്മയും വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തണം. ഒരു 3 ദിവസമെങ്കിലും ഒരു സന്തോഷത്തോടെ നിന്നിട്ട് പോകുമ്പം മക്കളെ അനുഗ്രഹിച്ചുകൊണ്ട് പോകുന്ന ഒരനുഭവം ഉണ്ടാകണം. പ്രൈസ് ഗോഡ്. നമുക്ക് അടുത്ത വെക്കേഷനെങ്കിലും അതൊന്ന് പരിശോധിക്കണം. 3 ദിവസം അമ്മായിയപ്പനും അമ്മായിയമ്മയും വീട്ടിൽ നിൽക്കണം. അപ്പനും അമ്മയല്ല നിൽക്കേണ്ടത്, അപ്പനും അമ്മയും അല്ല നിൽക്കേണ്ടത്. ഭർത്താവിൻ്റെ അമ്മായിയമ്മയും അമ്മായിയപ്പനും നിൽക്കണം. ഭാര്യയുടെ അമ്മായിയപ്പനും അമ്മായിയമ്മയും നിൽക്കണം. പ്രൈസ് ഗോഡ്. ഒരപ്പനെയും അമ്മയും പോലെ നിൽക്കണം. അത് സാധിക്കുമെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ടെന്ന് എനിക്കറിയത്തില്ല. ആരും കൈവക്കണ്ട. പക്ഷെ അടുത്ത വെക്കേഷനിൽ നമുക്ക് നോക്കണം. പ്രൈസ് ഗോഡ്. ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞു പോകുന്നു. അത് നമ്മുടെ ഇടയിൽ ഉണ്ടാകരുത്. നമ്മൾ ഭക്തന്മാരും വിശ്വസ്തന്മാരുമാകണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ ഈയിടെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ കേട്ടത് ഇങ്ങനെയാണ്. ആ വീട്ടിൽ പ്രായമായ അപ്പനും അമ്മയൊക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് ആ വീട്ടിൽ ഒരു സ്ഥാനവുമില്ല, ഒരു സ്ഥാനവുമില്ല, ഒരു വിലയുമില്ല. അങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. പ്രൈസ് ഗോഡ്. അപ്പോൾ 2 ഫ്യൂണറൽ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞു. നമുക്ക് ആ കുടുംബത്തെ ആശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവരനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതം പ്രൈസ് ഗോഡ് ആ വിടവ് നികത്തത്തക്കവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിക്കാൻ പ്രാർത്ഥിക്കാം. സച്ചിൻ ആദ്യം വെച്ചത് പ്രൈസ് ഗോഡ്. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സങ്കീർത്തനം 55-ാം സങ്കീർത്തനം. പ്രൈസ് ഗോഡ്. ആദ്യം വെച്ചിലേക്ക് തിരികെ കൊണ്ടുപോകാം. പ്രൈസ് ഗോഡ്. ഇത് അല്പം ദീർഘമായൊരു സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിനകത്ത് പറഞ്ഞിട്ടിരിക്കുന്ന വിഷയങ്ങൾ പരിശോധിച്ചാൽ ദാവീദ് വളരെ ദുഃഖത്തിലും കഷ്ടത്തിലുമായ ഒരു സന്ദർഭത്തിലാണ് ദൈവത്തിന് സ്തോത്രം ഈ സങ്കീർത്തനം എഴുതിയത്. പഴയതുപോലെ കൊണ്ടാണ്. പ്രൈസ് ഗോഡ്. അപ്പം ഈ സന്ദർഭം ഏതെന്ന് ചോദിച്ചാൽ 2 ശമൂവേൽ 15-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം. 2 ശമൂവേൽ 15-ാം അധ്യായം 30-ാം വാക്യം. ദാവീദ് തല മൂടിയും ചെരുപ്പിടാതെയും നടന്ന് കരഞ്ഞുകൊണ്ട് ഒലിവുമലയുടെ കയറ്റം കയറി. കൂടെയുള്ള ജനമൊക്കെയും തലമൂടി കരഞ്ഞുകൊണ്ട് കയറി ചെന്നു. ദാവീദ് തല മൂടിക്കൊണ്ട് കരഞ്ഞും കൊണ്ട് ചെരുപ്പിടാതെ പ്രൈസ് ഗോഡ് കയറ്റം കയറി. കാരണം എന്തെന്നറിയാമോ? പ്രൈസ് ഗോഡ്. തൻ്റെ ഓമന പുത്രനായിരുന്ന അബ്ശാലോം തനിക്കെതിരായി തിരിഞ്ഞു. രാജാവിന് മനസ്സിലായി ഇനി കൊട്ടാരത്തിൽ താമസിക്കുന്നത് സേഫ് അല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ? രാജകൊട്ടാരം വിട്ട് ഓടിപ്പോയി. രാജാവാകുന്നതിന് മുൻപ്
ശൗലിനെ ഭയന്ന് അതുല്ലാം ഗുഹയിലും എൻഗതി മരുഭൂമിയിലും താൻ ഓടിയതാണ്, ഓടി അലഞ്ഞതാണ് 40 വർഷം. ശൗല് 40 വർഷം രാജാവായിരുന്നു. പ്രൈസ് ഗോഡ്. അപ്പം ശൗലിൻ്റെ കാലം കഴിയുന്നത് വരെ ദാവീദ് എത്ര വർഷം ഓടിയെന്ന് എനിക്കറിയത്തില്ല, ഓടേണ്ടി വന്നു. പ്രൈസ് ഗോഡ്. ഞാൻ വിചാരിക്കാറുണ്ട്, ദാവീദ് ആടിനെ മേച്ച് നടന്ന കാലഘട്ടത്തിൽ ഓടണ്ടായിരുന്നു, ആടിൻ്റെ പുറകെ ഓടിയാൽ മതിയായിരുന്നു. ആ ദാവീദിൻ്റെ പുറകെ ആരും ഉണ്ടായിരുന്നില്ല. സിംഹം വന്നപ്പോഴും കരടി വന്നപ്പോഴും നമ്മൾ വായിക്കുന്നത് ഞാൻ അതിൻ്റെ പുറകെ ഓടിയെന്നാണ്. പക്ഷെ രാജാവായി കഴിഞ്ഞപ്പം ദാവീദിനെ ഓടിക്കുന്ന ആൾ വന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അഭിഷേകം വന്നപ്പോൾ ശൗല് പുറകെ എത്തി. ഞാൻ ഒരു കാര്യം പറയാം, നിന്നെ വല്ലവരും പിന്തുടരുന്നുണ്ടെങ്കിൽ നിന്റെ മേൽ ഒരു പ്രത്യേക വിളി ദൈവം അയച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആർക്കും വേണ്ടാത്തവനായിട്ട് ഇത് നടക്കുന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കോണം, ശത്രുവിന് പോലും എന്നെ വേണ്ട. എതിർപ്പുകളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ ദൈവമക്കളെ മനസ്സിലാക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നെ ഇങ്ങനെ പിന്തുടരുന്നത് എന്തുകൊണ്ടെന്ന് ചോദിക്കാതെ മനസ്സിലാക്കണം, എന്നെക്കൊണ്ട് ദൈവത്തിന് വൻ കാര്യങ്ങൾ ഉദ്ദേശമുണ്ട്, എൻ്റെ കുടുംബത്തെ കൊണ്ട് ഉദ്ദേശമുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഉദ്ദേശമുണ്ട്. അതുകൊണ്ടാണ് ഒന്നിനു പുറകെ ഒന്നായി ശത്രു ഇങ്ങനെ ഞങ്ങളെ പിൻപറ്റി ഞങ്ങളെ കഷ്ടത്തിലാക്കുന്നത്. പ്രൈസ് ഗോഡ്. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, ദൈവമേ ആ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കി അതിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. പ്രൈസ് ഗോഡ്. ദാവീദ് ഇങ്ങനെ 31-ാം വാക്യം, അബ്ശാലോമിനോട് കൂടെയുള്ള കൂട്ടുകെട്ടുകാരിൽ അഹീഥോഫേലും ഉണ്ടെന്ന് ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ യഹോവേ അഹീഥോഫേലിന്റെ ആലോചനയെ അബദ്ധമാക്കണമേ എന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് മലമുകളിൽ ദൈവത്തെ യഹോവേ അഹീഥോഫേലിന്റെ ആലോചനയെ അബദ്ധമാക്കണമെന്ന് പറഞ്ഞു. കാരണം 16:23, അക്കാലത്ത് അഹീഥോഫേൽ പറയുന്ന ആലോചന ദൈവത്തിന്റെ അരുളപ്പാട് പോലെ ആയിരുന്നു. ദാവീദിനും അബ്ശാലോമിനും അഹീഥോഫേലിന്റെ ആലോചനയെല്ലാം അങ്ങനെ തന്നെയായിരുന്നു. പ്രൈസ് ഗോഡ്. അഹീഥോഫേൽ പറയുന്ന ആലോചന ദൈവത്തിന്റെ അരുളപ്പാട് പോലെ ആയിരുന്നു അക്കാലത്ത്. അപ്പോൾ ദൈവത്തിന് സ്തോത്രം. ദാവീദ് ചിന്തിച്ചത് ഇങ്ങനെയാണ്, അബ്ശാലോമിന്റെ കൂടെ അഹീഥോഫേലും കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കിനി നിലനിൽപ്പില്ല. പ്രൈസ് ഗോഡ്. ഓടിപ്പോകുന്ന പോക്കിൽ ദൈവത്തിന് സ്തോത്രം തൻ്റെ ദൈവത്തോട് ദാവീദ് ഇപ്രകാരം പ്രാർത്ഥിച്ചു, കർത്താവേ അഹീഥോഫേലിന്റെ ആലോചന നീ നിഷ്ഫലമാക്കണമേ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഓടുന്ന സമയത്ത് എഴുതിയ സങ്കീർത്തനമാണ് ഈ 55-ാം സങ്കീർത്തനം എന്ന് വേദശാസ്ത്രജ്ഞന്മാർ പറയുന്നു. പ്രൈസ് ഗോഡ്. പ്രാർത്ഥിച്ചിട്ട് വല്ല പ്രയോജനം ഉണ്ടായോ? അഹീഥോഫേലിന്റെ ആലോചനയെ നിഷ്ഫലമാക്കണമേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? നോക്കാം. 17-ാം അധ്യായത്തിന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 23-ാം വാക്യം, എന്നാൽ അഹീഥോഫേൽ തന്റെ ആലോചന നടന്നില്ല അഹീഥോഫേൽ പറഞ്ഞ ആലോചന നടന്നില്ല എന്ന് കണ്ടപ്പോൾ എങ്ങനെ അത് ദൈവം സാധിച്ചെന്നറിയാമോ? 4 തൊട്ടുള്ള വാക്യങ്ങൾ വായിച്ച 4, 5, 6. ഈ വാക്ക് അബ്ശാലോമിനും ഇസ്രായേൽ മൂപ്പന്മാർക്കൊക്കെയും വളരെ ബോധിച്ചു. അഹീഥോഫേൽ പറഞ്ഞ ആലോചന എല്ലാവർക്കും ബോധിച്ചു. പക്ഷേ എന്നാൽ അബ്ശാലോം അർഖ്യനായ ഹൂശായിയെ വിളിക്ക, അവന്റെ അഭിപ്രായവും കേൾക്കാമല്ലോ എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ ആലോചന പോലെയുള്ള ആലോചന പറഞ്ഞ അഹീഥോഫേൽ ശരിയായ ആലോചന തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ദൈവത്തിന്റെ സ്തോത്രം അബ്ശാലോം ഹൂശായിയും കൂടെ വിളിക്കാൻ പറഞ്ഞു, അവന്റെ അഭിപ്രായം കൂടെ കേൾക്കാമല്ലോ. എന്നിട്ട് ഹൂശായി അബ്ശാലോമിന്റെ അടുക്കൽ വന്നപ്പോൾ അബ്ശാലോം അവനോട്, ഇന്ന പ്രകാരം അഹീഥോഫേൽ പറഞ്ഞിരിക്കുന്നു, അവൻ പറഞ്ഞതുപോലെ നാം ചെയ്യുകയോ അല്ലെങ്കിൽ നീ പറക എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞതുപോലെ ചെയ്യണോ അല്ലെങ്കിൽ നീ പറക. അഹീഥോഫേലിന്റെ ആലോചനക്കെതിരായി ഹൂശായി പറഞ്ഞ ആലോചന. ഹൂശായി അബ്ശാലോമിനോട് പറഞ്ഞ എന്തെന്നാൽ, അഹീഥോഫേൽ ഈ പ്രാവശ്യം പറഞ്ഞ ആലോചന നന്നല്ല. അഹീഥോഫേൽ ഈ പ്രാവശ്യം പറഞ്ഞ ആലോചന നന്നല്ല. നിന്റെ അപ്പനും അവന്റെ ആളുകളും വീരന്മാരും കാട്ടിൽ കുട്ടികൾ കവർന്നുപോയ കരടിയെ പോലെ ഉഗ്രമാനസന്മാരുമാകുന്നു എന്ന് നീ അറിയുന്നുവല്ലോ. 7-ാം വാക്യം, ഹൂശായി അബ്ശാലോമിനോട് പറഞ്ഞ എന്തെന്നാൽ, അഹീഥോഫേൽ ഈ പ്രാവശ്യം പറഞ്ഞ ആലോചന നന്നല്ല. ഈ പ്രാവശ്യം പറഞ്ഞ ആലോചന നന്നല്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കാരണം എന്തെന്നറിയാമോ? 14-ാം വാക്യം, അപ്പോൾ അബ്ശാലോമും എല്ലാ ഇസ്രായേലരും അഹീഥോഫേലിന്റെ ആലോചനയേക്കാൾ
അർഖ്യനായ ഹൂശായിയുടെ ആലോചന നല്ലത് എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അഹീതോഫേലിന്റെ ആലോചനയേക്കാൾ ഹൂശായിയുടെ ആലോചന നല്ലത് എന്ന് പറഞ്ഞു. ഇത് ആലോചന നല്ലതായിട്ടല്ല, കാരണം അടുത്ത വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, അബ്ശാലോമിന് അനർത്ഥം വരേണ്ടതിന്, അബ്ശാലോമിന് അനർത്ഥം വരേണ്ടതിന് അഹീതോഫേലിന്റെ നല്ല ആലോചനയെ, അഹീതോഫേലിന്റെ നല്ല ആലോചനയെ വ്യർത്ഥമാക്കുവാൻ യഹോവ നിശ്ചയിച്ചിരുന്നു. ഇന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നിനക്കെതിരായി എഴുന്നേൽക്കുന്ന അബ്ശാലോമിനെ പോലെയുള്ള പ്രതികൂലങ്ങൾ വരുമ്പോൾ അവർക്ക് ആലോചന കൊടുക്കുന്ന അഹീതോഫേലിനെ പോലെയുള്ള ബുദ്ധിമാന്മാർ പിന്നിൽ നിന്ന് കളിക്കുമ്പോൾ നിനക്ക് ഒരു കാര്യം ഉറപ്പാക്കാം, പ്രൈസ് ഗോഡ്, നീ പ്രാർത്ഥിച്ചാൽ, നീ ആരാധിച്ചാൽ, നീ ആശ്രയിച്ചാൽ അഹീതോഫേലിന്റെ ആലോചനയെ വ്യർത്ഥമാക്കിക്കൊണ്ട്, നിഷ്ഫലമാക്കിക്കൊണ്ട് നിന്നെ നടത്താൻ, ജയോത്സവമായി നടത്താൻ കഴിവുള്ള ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അഹീതോഫേലിന്റെ ആലോചനകളെ ഞാൻ ഫലമാക്കുകയാണ്. ഇന്ന് പകൽക്കാലം നിന്നെ തകർക്കാൻ വരുന്ന, നിന്നെ നശിപ്പിക്കാൻ വരുന്ന അബ്ശാലോമിന്റെ കൂടെ നിന്നുകൊണ്ട് ആലോചന പറഞ്ഞു കൊടുക്കുന്ന അഹീതോഫേല് എത്ര സമർത്ഥമായി ആലോചിച്ചാലും, എത്ര സമർത്ഥമായി കരുപിടിപ്പിച്ചാലും അതിനുപരിയായി വ്യാപരിക്കുന്ന ഒരു ദൈവകൃപ, ദൈവ പൈതല് നിനക്ക് വേണ്ടിയുണ്ട്. ശത്രുവിന്റെ ബലം കണ്ട് പേടിക്കല്ലേ, ശത്രുവിന്റെ ബുദ്ധി കണ്ട് പേടിക്കല്ലേ, ശത്രുവിന്റെ തന്ത്രങ്ങൾ കണ്ട് പേടിക്കല്ലേ, ശത്രുവിന്റെ അടവുകൾ കണ്ട് പേടിക്കല്ലേ. നിനക്ക് നിലനിൽപ്പ് തരുന്നവൻ ദൈവമാണ്. നിനക്ക് നഷ്ടം വരുത്തുവാൻ, നിനക്ക് കഷ്ടം വരുത്തുവാൻ, നിന്നെ നിന്റെ സ്ഥാനത്തു നിന്ന് തള്ളിയിടുവാൻ, നിന്നെ കാരാഗ്രഹത്തിലാക്കുവാൻ, നിന്നെ ബന്ധനത്തിലാക്കുവാൻ, നിന്റെ തലമുറകളെ തകർക്കുവാൻ, നിന്റെ കുടുംബത്തെ തകർക്കുവാൻ, നിന്റെ ജീവിതത്തെ തന്നെ പിടിക്കുവാൻ വിവിധങ്ങളായുള്ള സമർത്ഥമായ ആലോചനകളായിട്ട് ശത്രു പതിയിരിക്കുന്ന സ്ഥാനത്ത് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് വചനപ്രകാരം വ്യക്തമായി അരുളി ചെയ്യുന്നു, നിന്നെ വിടുവിക്കാൻ കഴിവുള്ള ദൈവത്തിന്റെ കൃപ. അഹീതോഫേലിന്റെ ആലോചനകളെ നിഷ്ഫലമാക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പം ദൈവം നിശ്ചയിച്ചിരുന്നു അഭിഷിക്തനായ തൻ്റെ പ്രിയൻ്റെ മേൽ, ദാവീദിൻ്റെ മേൽ. ഇന്ന് പകൽക്കാലം നീ ഒരൊറ്റ കാര്യം ഉറപ്പാക്കിയാൽ മതി, നീ അഭിഷിക്തയാണോ, അഭിഷിക്തനാണോ? ദൈവത്തിൻ്റെ ആത്മാവിനാൽ ദൈവത്തിന് അഭിഷേകം ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഒരു കാര്യം ഉറപ്പാക്കിയാൽ മതി, നിന്നെ നശിപ്പിക്കാൻ, നിന്നെ തകർക്കുവാൻ, നിന്നെ മുടിച്ചു കളയുവാൻ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, അബ്ശാലോമിനെയും അഹീതോഫേലിനെയും വിട്ടുകൊടുക്കുന്ന ദൈവത്തെയാണ്, വിട്ടുകൊടുക്കാത്ത ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അങ്ങനെ വിട്ടുകൊടുക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. പ്രൈസ് ഗോഡ്. ഇപ്പം ഈ സങ്കീർത്തനത്തിൻ്റെ സന്ദർഭം വായിച്ചാൽ ഇങ്ങനെയുള്ളൊരു സന്ദർഭത്തിലാണ് ഈ സങ്കീർത്തനം എഴുതിയത്. പക്ഷെ അഹീതോഫേലിൻ്റെ ആലോചന നിഷ്ഫലമായി. ഹൂശായിയുടെ ആലോചന നന്നായിരുന്നില്ല, നല്ല ആലോചന അല്ലായിരുന്നു. പക്ഷേ അബ്ശാലോമിന് അനർത്ഥം വരുത്തേണ്ടതിന് ഹൂശായിയുടെ നല്ല ആലോചന, അഹീതോഫേലിൻ്റെ നല്ല ആലോചന അത് ചീത്ത ആലോചനയാണെന്ന് തോന്നുവാൻ ദൈവം ഇടയാക്കി. അപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഏത് വിഷയം വന്നാലും പേടിക്കണോ? പേടിക്കണ്ട. ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? സകലത്തെയും നിയന്ത്രിക്കുന്നുണ്ട്. നിന്റെ ജീവിതത്തിലെ ഏറ്റവും ചെറിയ വിഷയം പോലും സ്വർഗം നിയന്ത്രിക്കുന്നുണ്ട്. സ്വർഗം അറിയാതെ ഒരു തലമുടി പോലും കൊഴിഞ്ഞു വീഴത്തില്ലെന്ന് വചനം പറയുമ്പോൾ, ഹല്ലേലൂയ, ഈ നാളുകളിൽ ദൈവത്തിന് സ്തോത്രം. ദൈവകരങ്ങൾ ഏൽപ്പിക്ക്, നിന്റെ വേദനകൾ ദൈവത്തെ ഏൽപ്പിക്ക്, നിന്റെ ഭാരങ്ങൾ ദൈവത്തെ ഏൽപ്പിക്ക്, നിന്റെ കഷ്ടങ്ങൾ ദൈവത്തെ ഏൽപ്പിക്ക്, നിന്റെ ജീവിതത്തിലെ ഇല്ലായ്മകളും വല്ലായ്മകളും ദൈവത്തിൽ ഏൽപ്പിക്ക്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മൾ ഇന്നത്തെ സങ്കീർത്തനത്തിനകത്ത് അതുകൊണ്ടാണ് 22-ാം വാക്യം ഒന്ന് വായിച്ചേ. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. അവൻ നിന്നെ പുലർത്തും. ആര് പുലർത്തും? അവൻ നിന്നെ പുലർത്തും.
ഇന്ന് പകൽ ഞാൻ ചോദിക്കട്ടെ, നമ്മളെ ആര് പുലർത്തണം? ആര് നമ്മളെ പുലർത്തണം? സ്വർഗത്തിലെ ദൈവം പുലർത്തണം. അങ്ങനെ സ്വർഗത്തിലെ ദൈവമാണ് പുലർത്തുന്നതെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് നിങ്ങളെ നടത്തുക മാത്രമല്ല, നിങ്ങൾക്കെതിരായി ശത്രു ഇടുന്ന സകല പരിപാടിയും പൊളിച്ച് അവൻ നിന്നെ ജയോത്സവമായി നടത്താൻ കഴിവുള്ള ദൈവമാണ്. ഇന്ന് സകല ഭയങ്ങളും മാറട്ടെ, സകല ഭാരങ്ങളും മാറട്ടെ. സകല കർത്താവേ യേശുവിന്റെ നാമത്തിൽ സകല ഭയങ്ങളും സകല ഭാരങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ആമേൻ. നമ്മുടെ ഭയവും പോണം, ഭാരവും പോണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഭയം എങ്ങനെ പോണം? പ്രാർത്ഥിച്ച് കളയണം. ഭാരം എന്ത് ചെയ്യണം? അവൻ്റെ മേലിട്ടുകൊള്ളുക. ഇന്ന് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത വിഷയവുമായിട്ട് ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ ഒരു തീരുമാനം എടുക്കാമോ? ഇത് ഞാൻ ചുമന്നുകൊണ്ട് നടന്നിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരു വിഷയം നമ്മൾ ചുമന്നുകൊണ്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. ഒരാഴ്ചയില, രണ്ടാഴ്ചയില, ഒരു വർഷമല്ല, 10 വർഷം ചുമന്നുകൊണ്ട് നടന്നാലും ഈ വിഷയത്തിന് ഒരു മാറ്റവും വരത്തില്ല. കാരണം നമുക്കിത് നന്നാക്കാനും ചീത്തയാക്കാനും പറ്റത്തില്ല, ഇതിനെ പരിഹരിക്കാൻ നമുക്ക് പറ്റത്തില്ല, ഇതിനെ ഒന്ന് രൂപാന്തരപ്പെടുത്താൻ പറ്റത്തില്ല. എന്ത് ചെയ്താലും പ്രൈസ് പുറകോട്ട് തിരിഞ്ഞു നോക്കിയേ, കഴിഞ്ഞ 10 വർഷമായിട്ട് ഇതിങ്ങനെ തന്നെയാണോ? 5 വർഷമായിട്ട് ഇങ്ങനെ തന്നെയാണോ? കഴിഞ്ഞ 1 മാസമായിട്ട് ഇങ്ങനെയാണോ? ഒരാഴ്ചയായിട്ട് ഇങ്ങനെയാണോ? പ്രൈസ് ഗോഡ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഇതേവല്ല ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. പ്രൈസ് ഗോഡ്. പിന്നെ നമ്മളിത് ചുമന്നുകൊണ്ട് നടന്നിട്ട് എന്നാ കാര്യം? ദൈവവചനം പറയുന്നു, നീ ചുമക്കുന്ന ഈ ഭാരം, പ്രൈസ് ഗോഡ്, നിനക്ക് നന്നാക്കാൻ പറ്റാത്ത ഈ ഭാരം, നിനക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഈ ഭാരം എന്ത് ചെയ്യണമെന്നറിയാമോ? ദൈവത്തിൻ്റെ മേൽ, യേശുവിൻ്റെ മേൽ ഇന്ന് പകൽക്കാലം ഇടലങ്ങോട്ട് ഇട്ട് ഒന്ന് സ്വതന്ത്രമാകാൻ സാധിക്കുമോ? ഭാരം യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിനക്ക് പരിഹരിക്കാൻ കഴിയാത്ത, നിനക്ക് വഹിക്കാൻ കഴിയാത്ത, നിനക്ക് നന്നാക്കാൻ കഴിയാത്ത ഈ ഭാരം ഇന്ന് യേശുവിന്റെ മേൽ ഇട്ട് മടങ്ങിപ്പോകാൻ സാധിക്കണം. പ്രൈസ് ഗോഡ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഇവിടെ കൊണ്ടുവന്ന ഈ ഭാരം ഇവിടെ ഇട്ടിട്ട് വളരെ ലൈറ്റ് മൈൻഡഡ് ആയിട്ട് എഴുന്നേറ്റ് ഇവിടെ നിന്ന് പോകുമെന്ന് വിചാരിക്കുന്ന ഒരാളുടെ ഇവിടെ ഇരിപ്പുണ്ടോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. പക്ഷെ ചിലർ പറയുന്നത് എന്നറിയാമോ? ചിലർ പറയുന്നത് പണ്ടൊരിക്കൽ ഒരു മലവെള്ള സമയത്ത്, ദൈവത്തിന് സ്തോത്രം, മലവെള്ളം ഇങ്ങ് വരുമ്പോൾ, ഇപ്പം അങ്ങനത്തെ വെള്ളം വരാറില്ല. പണ്ടത്തെ മലവെള്ളം വരുമ്പോൾ തടി ഒഴുകിപ്പോവും. ആളുകൾ ചാടി നീന്തി ചെന്ന് തടി വലിച്ചു കയറ്റും. കത്തിക്കാനെങ്കിലും കൊള്ളാവുന്ന തടികളായിരിക്കും. നല്ല തടികളും കിട്ടിയ സമയമുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ചിലപ്പോൾ ചില തേങ്ങ ഒഴുകിപ്പോവും. പ്രൈസ് ഗോഡ്. ഞാടി ചെന്നത് പിടിക്കും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ഒരു കമ്പിളിക്കെട്ട് ഒഴുകി പോകുന്നു. ഒരുത്തൻ കണ്ടിട്ട് ചാടി ദൈവത്തിന് സ്തോത്രം ഇത് പിടിക്കാനായിട്ട് ചെന്നു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഈ കമ്പിളിക്കെട്ടിന് അടുക്കെ ചെന്നപ്പോഴാണ് മനസ്സിലായത് കമ്പിളിക്കെട്ടല്ല, കരടിയായിരുന്നു. പ്രൈസ് ഗോഡ്. ഒടുക്കം ഇതിനെ പിടിക്കാനായിട്ട് കമ്പിളിക്കെട്ടാന്ന് കയറി പിടിച്ചു, കരടി കയറി ഒരു പിടുത്തവും പിടിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പുള്ളി പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, അയ്യോ ദൈവത്തിന് സ്തോത്രം, ഇത് കരടിയാണെന്ന് പറഞ്ഞു. ഉടനെ ആള് പറഞ്ഞു, ഇവിടെ കമ്പിളിക്കെട്ടല്ല, കരടിയാണെങ്കിൽ വിട്ടച്ചും കൂടി പോരടാന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, ഞാൻ വിട്ടിട്ട് എന്നെ വിടുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനത്തെ ചില ഭാരം ഇന്നുണ്ടെങ്കിൽ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ യേശുവിൻ്റെ മേൽ ഈ ഭാരം ഇട്ടിട്ട് ഇന്ന് പോകാൻ തീരുമാനിക്കുന്നെങ്കിൽ ഒരു ഉറപ്പ് ഞാൻ തരാം, സ്വതന്ത്രമായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും. നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ഇന്ന് യേശുവിൻ്റെ പക്കലേക്ക് ഇന്ന് പകരുവാനിടയായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഈ വിഷയങ്ങൾ യേശുവിൻ്റെ മുമ്പിൽ ഇട്ട് മടങ്ങിപ്പോയാൽ അവനത് കൈകാര്യം ചെയ്യും. ആമേൻ. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്യും. ഞാൻ ചിലപ്പോഴൊക്കെ ചെയ്തിട്ടുള്ള കാര്യമാണ്. വലിയ വിഷയമായിട്ട് ഇവിടെ വരുമ്പോൾ, ഞായറാഴ്ച ഇവിടെ ആരാധനയ്ക്ക് വരുമ്പം, ദൈവത്തിന് സ്തോത്രം, ഞാൻ ഈ വിഷയം ഇവിടെ ഇട്ടേച്ചു അങ്ങ് പോകും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നിട്ട് വീട്ടിൽ ചെന്നിരുന്ന് പ്രാർത്ഥിക്കും, കർത്താവേ, ഞാൻ പള്ളിയിൽ ഇട്ടേച്ചും പോകുന്ന ആ വിഷയം നീ ഒന്ന് കൈകാര്യം ചെയ്തോണം. ഞാൻ അടുത്ത ഞായറാഴ്ച വരുമ്പോഴേക്കും ആ കാര്യം ഒന്ന് ശരിയാക്കി വച്ചേക്കണം. പ്രൈസ് ഗോഡ്. അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം, നീ ഇട്ടിട്ട് പോകുന്ന വിഷയം, ഇന്നിവിടെ ഇട്ടിട്ട് പോകുന്ന വിഷയം അടുത്ത ഞായറാഴ്ച വരുമ്പോഴത്തേക്കും അതിന് രൂപാന്തരം വരുത്താൻ കഴിവുള്ളവൻ, അതിനെ പ്രവർത്തിക്കാൻ കഴിവുള്ളവൻ, അതിനെ നന്നാക്കാൻ കഴിവുള്ളവൻ, അതിനെ പരിഹരിക്കാൻ കഴിവുള്ളവൻ അത് നന്നാക്കി വച്ചേക്കും. യേശുവിന്റെ അധികാരമുള്ള നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ അധികാരമുള്ള നാമത്തില് കെട്ടുകൾ അഴിയട്ടെ.
ആമേൻ. പ്രൈസ് ഗോഡ്. അല്ലേ, ഒരു മിക്സി കേടായാൽ നമ്മൾ എന്ത് ചെയ്യും? കൊണ്ടുപോയി കടയിൽ കൊടുക്കും. എന്ന് പറയണമെന്ന് ചോദിക്കും, അടുത്ത ആഴ്ച വരാൻ പറയും. നമ്മൾ പിന്നെ ആ മിക്സി 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 എന്ന് പറഞ്ഞിരിക്കുമോ? ഇല്ല. കാറ് കേടായെന്ന് വിചാരിച്ചോ, കാർ ഇടിച്ച് തകർന്നു പോയെന്ന് വിചാരിച്ചോ, വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്ത് ഇൻഷുറൻസുകാരനെ കൂട്ടി ഏൽപ്പിച്ചിട്ട് പ്രൈസ് കോഡ് നമ്മൾ ചോദിക്കും എത്ര ദിവസം എടുക്കും? ഒരു 2 ആഴ്ച എടുക്കും എന്ന് പറയും. പ്രൈസ് കോഡ്. ഹല്ലേലൂയ. പ്രൈസ് കോഡ് 2 ആഴ്ച എടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ദിവസം കൊണ്ട് കിട്ടും കേട്ടോ. പ്രൈസ് കോഡ്. ഹല്ലേലൂയ. അപ്പം നമ്മൾ പറയുന്നതിനേക്കാൾ വേഗത്തിൽ കിട്ടാൻ സാധ്യതയുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പം വണ്ടി കൊണ്ടുപോയി വർക്ക്ഷോപ്പിൽ ഇട്ടേച്ചും പിന്നെ വണ്ടി 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 എന്ന് പറഞ്ഞ് രാപ്പകൽ ഓർത്തുകൊണ്ടിരിക്കുമോ? ഒന്നും ചിന്തിക്കത്തില്ല. അത് അവിടെ കൊണ്ടുപോയി ഇട്ടിട്ട് നമ്മളിങ്ങോട്ട് പോരും. പ്രൈസ് ഗോഡ്. പണിയാൻ അറിയാവുന്ന പണിക്കാർ അതിൻ്റെ അടിയിലോട്ട് കയറും, അതിൻ്റെ സൈഡിലോട്ടിരിക്കും, അതിൻ്റെ പുറകിലിരിക്കും, അതിൻ്റെ മുമ്പിലിരിക്കും. ചിലപ്പോൾ കത്തിച്ചെന്നിരിക്കും, ചിലപ്പോൾ വെട്ടി മുറിച്ചെന്നിരിക്കും, ചിലപ്പോൾ വെൽഡ് ചെയ്തെന്നിരിക്കും, ചിലപ്പോൾ ഇളക്കി മാറ്റിയെന്നിരിക്കും, ചിലപ്പോൾ പിരി മുറുക്കിയെന്നിരിക്കും, ചിലപ്പോൾ അഴിച്ചെന്നിരിക്കും. ഇതൊന്നും എൻ്റെ വിഷയമല്ല. ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ അത് കുട്ടപ്പനാക്കി അവിടെ സുഖമായി വെച്ചിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം നിന്റെ വിഷയങ്ങൾ അതുപോലെ ദൈവസന്നിധിയിൽ വെച്ച് ദൈവസന്നിധിയിൽ ഇട്ട് മടങ്ങി പോകാൻ ദൈവം ഭാഗ്യം തന്നിട്ടില്ലേ? ദൈവമക്കളെ, എത്ര വില പിടിച്ച കാറായാലും ഇത് വർക്ക്ഷോപ്പിലോട്ട് കയറ്റി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ച് വണ്ടി കളക്ട് ചെയ്യാൻ താക്കോല് മേടിച്ച് വണ്ടി ഓടിച്ചുകൊണ്ട് വരാനാ ചെല്ലുന്നത്. അതുപോലെ എത്ര ഇടിച്ച് തകർന്ന വിഷയമായാലും എത്ര ഷെയ്പ്പ് മാറിക്കിടക്കുന്ന വിഷയമായാലും പ്രൈസ് ഗോഡ്, അതിന് എന്ത് ചെലവ് വരുന്ന വിഷയമായാലും ഫ്രീ ഇൻഷുറൻസാണ്. നീ ഒരു പൈസയും കൊടുക്കണ്ട. നിനക്ക് കിട്ടിയിരുന്ന ഇൻഷുറൻസ് ഫ്രീ ഇൻഷുറൻസാണ്. യേശുവിൻ്റെ നാമത്തിൽ രക്ഷിക്കപ്പെട്ട് യേശുവിൻ്റെ നാമത്തിൽ വിടുവിക്കപ്പെട്ട് യേശുവിനെ ആരാധിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നീ എടുത്തിരിക്കുന്ന ഇൻഷുറൻസ് 100% ഫ്രീ ആണ്. അല്ലെങ്കിൽ അതിന് നോ ക്ലെയിം ബോണസോ റെപ്രിസിയേഷനോ ഒന്നുമില്ല. കംപ്ലീറ്റ് ഫ്രീ ആണ്. മാറ്റേണ്ടത് മുഴുവൻ മാറ്റും. ഏത് പാർട്ട് മാറ്റണ്ടെങ്കിലും അത് മൊത്തം മാറ്റും. പെയിന്റ് 2ാമത് അടിക്കണമെങ്കിൽ 2ാമത് അടിക്കും. മൊത്തം മാറ്റേണ്ടത് മുഴുവനും മാറ്റി വണ്ടി നല്ല പുത്തൻ പോലെ ആക്കിയിട്ട് പ്രൈസ് ഗോഡ് ഒരു കാശും തരണ്ട. താക്കോൽ ഇതാ പിടിച്ചോ, വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നു. ഓടിച്ച് നോക്കാൻ പറയുമ്പോൾ ഓടിച്ച് നോക്കിയിട്ട് ഇതിപ്പോൾ പഴയതിനേക്കാൾ സുഖമുണ്ടല്ലോ എന്ന് പറയത്തക്കവണ്ണം വർക്ക്ഷോപ്പുകാർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഇൻഷുറൻസ് കമ്പനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ, എൻ്റെ ദൈവം എനിക്ക് ചെയ്യാൻ സാധ്യതയുള്ളത്, എൻ്റെ ദൈവത്താൽ കഴിയുന്നത്, എൻ്റെ ദൈവം എന്നെ സഹായിക്കാൻ കഴിയുന്നത് പോലെ ഇന്ന് പകൽക്കാലം മറ്റൊരുത്തരും സാധിക്കത്തില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അന്തല ജനബൽ കൗതക ജഗന രഗതക ജഗര ധരബര ഹർത്ത അന്തൽ കൗട ശന്തര ബറബ. ആമേൻ. അങ്ങനെ ശരിക്കും നന്നാക്കി കിട്ടി കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഈ പൊട്ടിപ്പൊളിഞ്ഞിരുന്ന ഭാഗം നമ്മളൊന്ന് ചെന്ന് നോക്കും, അടുത്തും നോക്കും, തൊട്ട് നോക്കും. എൻ്റെ പൊന്നെ, ഇത് ചെളുങ്ങിയ യാതൊരു ലക്ഷണവുമില്ല, ഇത് ഇടിച്ച ഒരു ലക്ഷണവുമില്ല, ഇത് ഒടിഞ്ഞതാണെന്ന് തോന്നത്തില്ല. അതുപോലെ കാറിലെ വർക്ക്ഷോപ്പുകാരന് നിൻ്റെ വാഹനത്തെ നന്നാക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇന്ന് പകല് ഈ ഒടിഞ്ഞതും ചതഞ്ഞതും പിരിഞ്ഞതും മുറിഞ്ഞതും എല്ലാം ആമേൻ ഈ വർക്ക്ഷോപ്പിൽ ഇന്ന് ഇവിടെ ഇട്ടിട്ട് പോകാൻ മനസ്സ് എത്ര പേർക്കുണ്ട്? വിശ്വാസത്തോടെ ഏറ്റെടുക്കാമോ? വിശ്വാസത്തോടെ ഏറ്റെടുക്കാമോ? ഇന്ന് പകൽ ഇവിടെ ഇട്ടിട്ട് പോകുന്ന വിഷയം അടുത്ത ആഴ്ച വന്ന് ഞാനത് നന്നായിട്ട് കളക്ട് ചെയ്യുമെന്ന്, അതിന്റെ റിപ്പയർ തീർത്ത് അത് കളക്ട് ചെയ്തുകൊണ്ട് പോകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം ഏറ്റെടുക്കാമോ? ആമേൻ. അങ്ങനെയാണെങ്കിൽ ഒരു പുതിയ ഓഫർ പ്രൈസ് തമ്പുരാൻ തന്നത് ഞാൻ നിങ്ങളോട് പറയാം. എന്ത് വിഷയത്തിനും ഇന്ന് തൊട്ട് 7 ദിവസത്തിനകം ഒരു പരിപാടി തന്ന്, ഒരു പരിഹാരം തന്ന്, ഒരു വിടുതൽ തന്ന് എൻ്റെ ദൈവം ഇത് കൈകാര്യം ചെയ്യുമെന്ന് വിശ്വാസത്തോടെ ഉറച്ചു വിശ്വസിക്കാൻ ഇന്ന് പകൽ കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നു അടുത്ത ഞായറാഴ്ച നീ വരുന്നത് നിന്റെ വിഷയത്തിന്റെ മറുപടി കൊണ്ടുപോകാനായിരിക്കും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കർത്താവേ, 7 ദിവസം കൊണ്ട് 7 ദിവസം കൊണ്ട് ഭാരപ്പെടുന്ന, വേദനിക്കുന്ന, ദുഃഖിക്കുന്ന, തകർത്തിട്ടിരിക്കുന്ന വിഷയത്തിന്മേൽ ദൈവത്തിന്റെ വിടുതലിന്റെ ശക്തി വ്യാപരിക്കണമേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അടുത്ത ആഴ്ച വരുമ്പോൾ എൻ്റെ സാധനം റിപ്പയർ ചെയ്ത് കുട്ടപ്പനാക്കി വച്ചേക്കും, എൻ്റെ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കി വച്ചേക്കും എന്ന് നല്ല ഉറപ്പുള്ളൊരു സ്തോത്രം പറഞ്ഞ്, അങ്ങനെയാണെങ്കിൽ അടുത്ത സ്തോത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഭാരം ഒരു ഏറെറിയാമോ? ഒന്നുകൂടെ അറിയാമോ?
ഇനി വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അതുകൂടെ എറിയാമോ? സർവശക്തന്റെ പാദപീഠത്തിലേക്ക്, യേശുവിന്റെ കരങ്ങളിലേക്ക് എന്റെ സകല ഭാരങ്ങളും ഇപ്പോൾ 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 ഞാൻ എറിഞ്ഞിടുന്നു. പ്രൈസ് ഗോഡ്. ആമേൻ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, പ്രൈസ് ഗോഡ്, ഇത് നീ തിരിച്ചു പോകുമ്പോൾ ഇവിടെ നിന്ന് എടുത്തോണ്ട് പോരും കേട്ടോ. എറിഞ്ഞവർ എത്ര പേരുണ്ട്? കരമെടുത്ത് സ്തോത്രം ചെയ്തേ. നിങ്ങളോടാ പറയുന്നത്, ഇത് എടുത്തോണ്ട് പോകരുത്. പ്രൈസ് ഗോഡ്. മാത്രമല്ല, വീട്ടിൽ ചെന്ന് റിമോട്ട് വച്ചും വിളിക്കരുത് ഇതിനെ. മനസ്സിലായോ? റിമോട്ട് കൺട്രോൾ ഉപയോഗിക്കരുത്. ഇപ്പം ഈ പറഞ്ഞ വിഷയം ഞാൻ എവിടെ വച്ചേക്കുക? പ്രൈസ് ഗോഡ്. ഈ കേക്ക് ഉണ്ടാക്കാൻ ഓവനി വെക്കത്തില്ല. എത്ര മിനിറ്റ്? 20 മിനിറ്റോ 30 മിനിറ്റോ കണക്കൊക്കെ വെച്ച് സെറ്റ് ചെയ്യും. 7 ദിവസം സെറ്റ് ചെയ്തിട്ട് സന്തോഷമായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറ്റുമോ? നിന്റെ വിഷയം ഇന്ന് ഈ ആലയത്തിനകത്ത് വച്ച് ഒരു 7 ദിവസത്തേക്ക് ടൈമർ സെറ്റ് ചെയ്ത് ഇറങ്ങിപ്പോകാൻ, വിശ്വാസത്തോടെ ഇറങ്ങിപ്പോകാൻ, ഉറപ്പോടെ ഇറങ്ങിപ്പോകാൻ, ധൈര്യത്തോടെ ഇറങ്ങിപ്പോകാൻ സാധിക്കുമെങ്കിൽ ജനമാനകത യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. അപ്പൊ ദാവീദ് പറഞ്ഞത് ഇങ്ങനെയാണ്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ആ സങ്കീർത്തനം എഴുതിയപ്പോൾ ദാവീദ് എന്നറിയാമോ? അഹിതോഫേലിനെ കുറിച്ചുള്ള ഭാരം യേശുവിൻ്റെ കാൽക്കിലേക്ക് കിട്ടും. അബ്ശാലോമിനെ കുറിച്ചുള്ള ഭാരം യേശുവിൻ്റെ കാൽക്കിലേക്ക് കിട്ടും. താൻ നടന്നു പോകുന്ന, ചെരിപ്പിടാതെ നടക്കുന്ന ശരീരത്തിൻ്റെ ഭാരം യേശുവിൻ്റെ കാൽക്കിലേക്ക് ഇട്ടു. സകലതും കർത്താവിൻ്റെ കാൽക്കിലേക്ക് ഇട്ട ശേഷം ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എന്ത് ചെയ്യുന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. ഒരൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു, കർത്താവേ, നീ അഹിതോഫേലിന്റെ ആലോചനയെ വ്യർത്ഥമാക്കണമേ. ദൈവം പറഞ്ഞു, ദാവീദേ, നീ പേടിക്കണ്ട, ഞാനത് കൈകാര്യം ചെയ്തോളാം. പ്രൈസ് ഗോഡ്. എത്ര പേരോട് പറഞ്ഞു ഞാൻ കൈകാര്യം ചെയ്തോളാമെന്ന്? എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത് കൈകാര്യം ചെയ്യുമെന്നൊരു ഉറപ്പ് ഇന്ന് പകൽക്കാലം പ്രാപിച്ചത് എത്ര പേരുണ്ട്? എൻ്റെ വിഷയം, ഞാൻ അനുഭവിക്കുന്ന ഈ വിഷയം, ഞാൻ അനുഭവിക്കുന്ന ഈ പ്രയാസം എൻ്റെ ദൈവം കൈകാര്യം ചെയ്യാൻ പോവുകയാണ്. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പൊ ആ ഒരു ഉറപ്പ് കിട്ടിയപ്പോൾ പിന്നെ അഹീതോഫേലിന്റെ ആലോചന വ്യർത്ഥമാക്കുവാൻ, അബ്ശാലോമിന് അനർത്ഥം വരേണ്ടതിന് അഹീതോഫേലിന്റെ നല്ല ആലോചനയെ വ്യർത്ഥമാക്കാൻ യഹോവ നിശ്ചയിച്ചിരുന്നു. അങ്ങനെ നിശ്ചയിച്ചതനുസരിച്ച് കാര്യം നടന്നു. 23-ാം വാക്യത്തിൽ നടന്നതെന്ന് ശ്രദ്ധിച്ചു നോക്കി. എന്നാൽ അഹീതോഫേൽ തന്റെ ആലോചന നടന്നില്ല എന്ന് കണ്ടപ്പോൾ, തന്റെ ആലോചന നടന്നില്ല എന്ന് കണ്ടപ്പോൾ കഴുതപ്പുറത്ത് കോപ്പിട്ട് കയറി തന്റെ പട്ടണത്തിൽ വീട്ടിലേക്ക് ചെന്ന്, തന്റെ വീട്ടിൽ ഗീലോന്യനായ അഹിതോഫേൽ തന്റെ പട്ടണത്തിൽ തന്റെ വീട്ടിലേക്ക് ചെന്ന് വീട്ടുകാര്യം ക്രമപ്പെടുത്തിയ ശേഷം കെട്ടി ഞാന്ന് മരിച്ചു. പ്രൈസ് ഗോഡ്. അഹീതോഫേലിന്റെ കച്ചവടം തീർന്നു. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽക്കാലം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അഹീതോഫേലിന്റെ ജീവിതം അവസാനിപ്പിച്ച് അവന്റെ ആ നല്ല ആലോചനയെ വ്യർത്ഥമാക്കി ആ ദാവീദിനെ സഹായിച്ച ദൈവമാണ് എൻ്റെയും നിന്റെയും ദൈവമെന്ന് ഓർത്തൊരു സ്തോത്രം പറയാമോ? ഹല്ലേലൂയ. അപ്പം ദൈവം പ്രാർത്ഥന കേട്ട് അങ്ങനെ അങ്ങ് വിടുവിച്ചൊരു ചരിത്രമാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ആമുഖം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പൊ ഈ സങ്കീർത്തനത്തിൽ ദാവീദ് അന്ന് ആയിരിക്കുന്ന കഷ്ടം നോക്കിയാൽ 1-ാം വാക്യം, ദൈവമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ, എൻ്റെ യാചനയ്ക്ക് മറഞ്ഞിരിക്കരുതേ, എനിക്ക് ചെവി തന്ന് ഉത്തരമരുളണമേ, ശത്രുവിന്റെ ആരവം നിമിത്തവും. മതി. പ്രൈസ് ഗോഡ്. ദാവീദ് 3 കാര്യം പറഞ്ഞു. ദൈവമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണേ, എൻ്റെ യാതനയ്ക്ക് നീ മറഞ്ഞിരിക്കല്ലേ, എനിക്ക് ചെവി തന്ന് ഉത്തരം തരണേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 5 കണ്ടീഷനിൽ കൂടെയാണ് ദാവീദ് അവിടെ കടന്നു പോകുന്നത്. 1, ഞാൻ എൻ്റെ സങ്കടത്തിൽ പൊറുതിയില്ലാതെ ഞരങ്ങുന്നു. ഞാൻ എൻ്റെ സങ്കടത്തിൽ പൊറുതിയില്ലാതെ ഞരങ്ങുന്നു. മോൺ ഇൻ മൈ കംപ്ലൈന്റ് ആൻഡ് മേക്ക് നോയ്സ്. പ്രൈസ് ഗോഡ്. അതിൻ്റെ മുഴുവൻ കാണിച്ച വാക്യം, attend unto me and hear me, I mourn in my complaint and make a noise. Praise God. ഒരു ഞരക്കം എൻ്റെ ഉള്ളിൽ നിന്ന് വരികയാണ്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞരങ്ങിയവരുടെ ഇരിപ്പുണ്ട്, ഒരു മനുഷ്യനോടും പറയാൻ കഴിയാതെ. പ്രൈസ് ഗോഡ്.
ഒരു വ്യക്തിയോട് പോലും ഷെയർ ചെയ്യാനില്ലാതെ ജീവിതത്തിൻ്റെ ചില പ്രതികൂല കാറ്റുകൾ അടിച്ചപ്പോൾ ഞരങ്ങിയവരുടെ ഇരിപ്പുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, നിന്റെ ഞരക്കം കേൾക്കുന്ന കർത്താവാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അതിൻ്റെ ദൈവത്തിന് സ്തോത്രം. 7-ാം വാക്യം. യഹോവ അരുളി ചെയ്തത്, മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. ഞാൻ അവരുടെ സങ്കടങ്ങൾ. 9-ാം വാക്യം. ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. മിസ്രൈമ്യർ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. നിന്റെ ഞരക്കവും നിന്റെ ഞെരുക്കവും കാണാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. പ്രൈസ് ഗോഡ്. നീ ഞരങ്ങിയതും നീ മൂളിയതും കാണാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. പ്രൈസ് ഗോഡ്. ഈ പിള്ളേർക്കൊക്കെ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇങ്ങനെ വലിയവർക്ക് തന്നെയാണെങ്കിലും ഈ അസുഖമൊക്കെ വന്നു കഴിയുമ്പോൾ കിടന്ന് ഞരങ്ങി മൂളുകയൊക്കെ ചെയ്യും. എന്തിനാണെന്നറിയാമോ? പ്രൈസ് ഗോഡ്. എന്തിനാ ഞരങ്ങുമ്പം മൂളുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടായിട്ടാണോ? അല്ല. മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഈ ഞരക്കവും മൂളലൊക്കെ വരുമ്പം ചോദിക്കേണ്ടവർ വന്നിച്ച് ചോദിക്കണം, എന്ത് പറ്റി? പ്രൈസ് ഗോഡ്. ഇവിടെ ചിലർ മൂളി ചാകുകയല്ലാതെ അന്വേഷിക്കാൻ ഒരുത്തനും കാണത്തില്ല. ഞരങ്ങി ചാകുകയല്ലാതെ ഒരൊറ്റ മനുഷ്യൻ തിരിഞ്ഞ് ചോദിക്കാൻ കാണത്തില്ല. പക്ഷെ ഒരു കാര്യം, പ്രൈസ് ഗോഡ്, നിന്റെ കൂട്ടാളി പോലും ചോദിക്കാനില്ലെങ്കിലും, നിന്റെ മക്കൾ ചോദിക്കാനില്ലെങ്കിലും, മാതാപിതാക്കൾ ചോദിക്കാനില്ലെങ്കിലും, ദാവീദ് പറഞ്ഞു, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദാവീദ് പറയുകയാണ്, എൻ്റെ ഞരക്കം കേൾക്കാൻ ഒരുവനുണ്ട്. ഇന്ന് പകല വ്യക്തിപരമായി നിന്റെ ഞരക്കം കേൾക്കാൻ ഒരുവനുണ്ടെന്ന് ദൈവവചനം പറയുന്നത് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നീ ഞരങ്ങിയ വിഷയത്തിന്, നീ മൂടിയ വിഷയത്തിന് മറുപടി തരാൻ കഴിവുള്ള സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ഇന്ന് ചലിക്കുന്ന ദിവസമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിന്റെ ഞരക്കം കേട്ടവൻ, നിന്റെ മൂളൽ കേട്ടവൻ, നിന്റെ ഞെരുക്കം കണ്ടവൻ ഇന്ന് പകൽ ഇറങ്ങി വന്ന് വിടുവിക്കാൻ ഉടബല ഹത്തുല ജവിട മോശയോട് പറഞ്ഞു, ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു, എൻ്റെ ജനത്തെ വിടുവിക്കാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു, ഘട്ടത്തിൽ വിടുവിക്കാൻ ഇറങ്ങി വന്നിരിക്കുന്നു, അവരെ കൊണ്ടുപോകാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു, അവരെ പ്രൈസ് ഗോഡ് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വരട്ടെ, ദൈവകൃപ ഇറങ്ങി വരട്ടെ, യേശുവിന്റെ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. ജീസസ്. കർത്താവേ, ഇന്ന് പകല് ദൈവ സാന്നിധ്യം ഇറങ്ങി വരണമേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ജീസസ്, ആമേൻ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. 7-ാം വാക്യം 8-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. യഹോവ അരുളി ചെയ്തത്, മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രൈമ്യരുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും, ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു, അവരെ മിസ്രൈമ്യരുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും, ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക് ഇന്ന് പകല് പ്രത്യാശ ഉണ്ടെങ്കിൽ ഒരു കാര്യം എനിക്കറിയാം, നമ്മൾ ഇവിടെ നിന്ന് നല്ലതും പ്രത്യാശയുള്ള അനുഭവത്തിലേക്ക്, ഇപ്പോഴായിരിക്കുന്ന ഈ അനുഭവത്തിൽ നിന്ന് ഒരു നല്ലതും പ്രത്യാശയുമുള്ള ഒരു അനുഭവത്തിലേക്ക് നടത്താൻ ദൈവത്തിന് കഴിയുമെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? നിന്നെ വിടത്തില്ലെന്ന് ഫറവോൻ വേണമെങ്കിൽ പറഞ്ഞെന്നിരിക്കും, വിട്ടുകൊടുക്കത്തില്ലെന്ന് പറഞ്ഞെന്നിരിക്കും. എന്നെ ആരാധിപ്പൻ, എന്റെ ജയത്തെ വിട്ടയക്ക എന്ന് പറഞ്ഞപ്പോൾ ദൈവം ആരെന്ന്, യഹോവ ആരെന്ന് ഫറവോൻ ചോദിച്ചതാണ്. അതുപോലെ ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയെന്നിരിക്കും, 2 പ്രാർത്ഥന പറഞ്ഞിട്ട് മറുപടി കിട്ടിയെന്നിരിക്കും, പ്രൈസ് കിട്ടിയില്ലെന്നിരിക്കും. പ്രൈസ് ഗോഡ്. മോശ ചെന്ന് 10 പ്രാവശ്യം ഫറവോനോട് പറഞ്ഞു, പ്രൈസ് ഗോഡ്, മര്യാദയ്ക്ക് പരിഹാരം ഉണ്ടാക്കണം, മര്യാദയ്ക്ക് വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കണം, മര്യാദയ്ക്ക് എൻ്റെ മക്കളെ വിട്ടയക്കണം, മര്യാദയ്ക്ക് ഇസ്രായേലിന്റെ ആദ്യ ജാതൻ എന്നെ ആരാധിപ്പാൻ മര്യാദയ്ക്ക് അവനെ വിട്ടയക്കണം. പാമന് 9 പ്രാവശ്യവും ഫറവോൻ പറഞ്ഞു, ഇല്ല വിടത്തില്ല. പ്രൈസ് ഗോഡ്. പക്ഷെ 10-ാം പ്രാവശ്യം 9-ാം പ്രാവശ്യം മോശ പറഞ്ഞു, ഇനി ഞാൻ നിന്റെ മുഖം കാണത്തില്ല, നിന്നോട് ഞാൻ ചോദിക്കത്തില്ല. എൻ്റെ ദൈവത്തിൻ്റെ 10-ാമത്തെ സന്ദർശനം എന്തിനാണെന്നറിയാമോ? അന്ന് എന്നെ നീ വിളിപ്പിക്കും,
ഞങ്ങൾ പുറപ്പെടും, ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടും, ഞങ്ങൾ ഈ ദുഃഖത്തിൽ നിന്ന് പുറപ്പെടും, ഞങ്ങൾ ഈ കഷ്ടത്തിൽ നിന്ന് പുറപ്പെടും, ഞങ്ങൾ ഈ വേദനയിൽ നിന്ന് പുറപ്പെടും, ഞങ്ങൾ ഈ അടിമത്തത്തിൽ നിന്ന് പുറപ്പെടും. ധൈര്യത്തോടെ പറ, ഞങ്ങൾ പുറപ്പെടും, ഞങ്ങൾ പുറപ്പെടും. ഫറവോനെ, നീ എത്ര തടുത്തു വെച്ചാലും ഞങ്ങൾ പുറപ്പെടും. ദൈവമക്കളെ, ശത്രു എത്ര ശക്തിയോടെ പറഞ്ഞാലും, ശത്രുവിന് എത്ര ബലമുണ്ടെന്ന് വന്നാലും, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഒരു സംശയവുമില്ലാതെ പറഞ്ഞോണം, കേട്ടോ ഫറവോനെ, നീ ഇനി തടുക്കാമെന്ന് വിചാരിച്ചാലും നടക്കുകയില്ല. ഞങ്ങൾ പോയിരിക്കും, ഞങ്ങൾ പുറപ്പെട്ടിരിക്കും. ഇനി ഞാൻ നിന്നെ കാണത്തില്ല, നീ എന്നെ കാണാൻ വിളിക്കും. അതുപോലെ ഒരു ധൈര്യം ഇന്ന് പകൽക്കാലം പ്രാപിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടും, ഞങ്ങൾ ഇതിൽ നിന്ന് പുറപ്പെടും, ഞങ്ങൾ ഈ അടിമത്തത്തിൽ നിന്ന് പുറപ്പെടും, ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടും. ആമേൻ. ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് ഒരു എറണാകുളത്തൊരു കടയിൽ നിന്ന് ഒരു സാധനം മേടിച്ചു. അത് തിരികെ കൊടുക്കാൻ കൊണ്ട് ചെന്നു. അവരും കുറേ നിയമങ്ങളൊക്കെ പറഞ്ഞ് അവിടെ എഴുതി വെച്ചേക്കുന്നതൊക്കെ കാണിച്ചിട്ട് പറഞ്ഞു, ഇത് തിരികെ എടുക്കുന്ന പ്രശ്നമില്ല, ഇതനുസരിച്ച് ഈ സാധനം ഇവിടെ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. പ്രൈസ് ഗോഡ്. കാരണം ഇവിടുത്തെ നിയമം അതാണ്. അങ്ങനെ കുറേയൊക്കെ പറഞ്ഞു, കുറേ വകുപ്പൊക്കെ പറഞ്ഞ് കാണിച്ചൊക്കെ തന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പക്ഷെ ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും പ്രൈസ് ഗോഡ് നടക്കുകയില്ല. ഈ സാധനം നിങ്ങൾ മാറ്റി തന്നിരിക്കും. ഇത് മേടിച്ചുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോകും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. എനിക്ക് എന്തോ ഒരു ഉറപ്പുണ്ടായിരുന്നു, നമുക്ക് ദൈവം അനുകൂലമാണെങ്കിൽ നമ്മൾ ചുമ്മാതൊന്നുമല്ല പറയുന്നത്, ഇത് നടത്തിയ ഇവിടുന്ന് പോകും. എത്ര പേർക്ക് ദൈവം അനുകൂലമാണെന്ന് ഓർമ്മയുണ്ട്? ദൈവം എനിക്ക് അനുകൂലമാണെന്ന് എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ സാധിക്കും? എൻ്റെ ദൈവം എനിക്ക് അനുകൂലമാണെന്ന് പറയുന്ന ദൈവത്തിന്റെ പൈതലേ, അങ്ങനെയാണെങ്കിൽ ഉറപ്പോടെ പറ, ദൈവം എനിക്ക് അനുകൂലമാണെങ്കിൽ ഈ കാര്യം ഞാൻ നടത്തിയേ പോകത്തുള്ളൂ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പറ, ഈ കാര്യം ഞാൻ നടത്തും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഒന്നും കണ്ടിട്ടല്ല, സൊല്യൂഷൻ കണ്ടിട്ടല്ല, പരിഹാരം കണ്ടിട്ടല്ല, പക്ഷേ പരസ്യമായിട്ട് ഉറപ്പോടെ വിളിച്ചു പറയും, ഇത് ചെയ്തിരിക്കും. പ്രൈസ് ഗോഡ്. ഈ ഹോള് പണിക്ക് തറക്കല്ലിടുന്നത് ജനുവരി മാസം 1994 ജനുവരി മാസം 1-ാം തീയതി രാവിലെ പാസ്റ്റർ PAV സാം ഇവിടാണ് തറക്കല്ലിട്ടത്. ഹല്ലേലൂയ. അന്ന് സഭയുടെ ബാലൻസ് 25,000 രൂപയില്ല, ചർച്ച് ഫണ്ടിൽ 25,000 രൂപ പോലുമില്ല. പക്ഷേ പ്രൈസ് ഗോഡ്, അവിടെ നിന്നുകൊണ്ടൊരു കാര്യം പറഞ്ഞു, ഈ വർഷത്തെ വാക്സിനേറ്റ് സർവീസ്, അതായത് ജനുവരി 1-ാം തീയതി പറയുകയാണ്, ഡിസംബർ 31-ാം തീയതി 365-ാമത്തെ ദിവസം ഈ വർഷത്തെ വാക്സിനേറ്റ് സർവീസ് ഈ ഹോള് പണി തീർത്ത് ഇതിനകത്ത് നടത്തും. പ്രൈസ് ഗോഡ്. ഒന്നും കണ്ടിട്ടല്ല, പക്ഷേ പ്രൈസ് ഗോഡ്, അല്ല അങ്ങനെ പറയാൻ പറ്റത്തില്ല. 1 രൂപ പോലും കണ്ടിട്ടല്ല, $1 കണ്ടിട്ടല്ല, £1 കണ്ടിട്ടല്ല, €1 കണ്ടിട്ടല്ല, ഒന്നും കണ്ടിട്ടല്ല. പക്ഷെ ഒന്ന് കണ്ടു, കാര്യം സാധിപ്പിക്കുന്ന ഒരു ദൈവത്തെ കണ്ടു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, കാര്യം സാധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് കണ്ട് ഒരു പ്രഖ്യാപനം നീ നടത്തിയാൽ അത് അതുപോലെ നിവർത്തിക്കാൻ കഴിവുള്ള ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കാൻ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? ഹല്ലേലൂയ. അതുകൊണ്ടാണ് നെഹമ്യാവ്, ദൈവത്തിന് സ്തോത്രം, നമ്മൾ പണ്ടൊരിക്കൽ പ്രൈസ് ദി ലോർഡ് എല്ലാവരും ഏറ്റുപറഞ്ഞതാണ് AJ ഹോളിൽ. എന്തെന്നറിയാമോ? സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിക്കും. ഇന്ന് അതൊന്നുകൂടെ പറഞ്ഞാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നു. എത്ര പേർക്ക് തോന്നുന്നുണ്ട്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ഉറക്കെ പറയാമോ അത്രയും ഉറക്കെ പറയണം. സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിക്കും. ഞാൻ പറഞ്ഞു തരാൻ പോകുകയാണ്. സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിക്കും. സ്വർഗത്തിലെ ദൈവം എൻ്റെ കാര്യം സാധിപ്പിക്കും. സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിക്കും. ഇനി നിങ്ങളൊന്ന് പറഞ്ഞേ, ഒരു പ്രാവശ്യം കൂടെ.
എന്റെ കാര്യം ഒന്നുകൂടെ പറഞ്ഞേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ഈ പ്രഖ്യാപനം ഇറക്കിയതിന്റെ പൂർവാധികം ശക്തിയോടെ എന്റെ കാര്യം സാധിപ്പിച്ചു എന്ന് പറയാൻ സഹായിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, അറിയത്തില്ല, വിട്ടയക്കത്തില്ല. 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം 2-ാം വാക്യം. അതിന്റെ ശേഷം മോശയും അഹരോനും ചെന്ന ഫറവോനോട്, മരുഭൂമിയിൽ എനിക്ക് ഉത്സവം കഴിക്കേണ്ടതിന് എന്റെ ജനത്തെ വിട്ടയക്കണം എന്നിപ്രകാരം ഇസ്രായേലിന്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ഫറവോൻ, ഇസ്രായേലിനെ വിട്ടയപ്പാൻ തക്കവണ്ണം ഞാൻ യഹോവയുടെ വാക്ക് കേൾക്കേണ്ടതിന് അവൻ ആർ? ഞാൻ യഹോവയെ അറിയുകയില്ല, ഞാൻ ഇസ്രായേലിനെ വിട്ടയക്കുകയുമില്ല എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നീ ചുമ്മാ അങ്ങ് പറയുമ്പോൾ വിടാനായിട്ട് അവൻ ആരാ? ഈ ദൈവം ആരാ? യഹോവ ആരാ? എനിക്കറിയത്തില്ല, ഞാൻ വിടത്തില്ല എന്ന് പറഞ്ഞു. അവിടെ നിന്ന് അങ്ങോട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അവസാനം 9 പ്രാവശ്യം പറ്റത്തില്ലെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഒടുവിൽ ദൈവത്തിന് സ്തോത്രം, ആ മോശ എന്തോ പറയുന്നറിയാമോ? 11-ാം അധ്യായം അതിൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. 7-8 വാക്യങ്ങൾ. എന്നാൽ യഹോവ മിസ്രൈമ്യർക്കും ഇസ്രായേലർക്കും മധ്യേ വ്യത്യാസം വെക്കുന്നു എന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഇസ്രായേൽ മക്കളിൽ യാതൊരു മനുഷ്യന്റെയോ മൃഗത്തിന്റെയോ നേരെ ഒരു നായ് പോലും നാം അനക്കുകയില്ല. ഒരു നായ പോലും ദൈവമക്കളുടെ നേരെ, ഇസ്രായേൽ മക്കളുടെ നേരെ നാവനക്കത്തില്ലെന്ന്. ഇതുപോലത്തെ ഒരു പദവിയാണ് ആരാധിക്കാൻ വേണ്ടി ഇറങ്ങിയ ദൈവമക്കൾക്ക് ദൈവം തന്നിരിക്കുന്നതെന്ന് എത്ര പേർക്കറിയാം? നീ ദൈവ പൈതലാണെങ്കിൽ, നിന്നെ ആരാധനയ്ക്ക് വേണ്ടി വിളിച്ചു വേർതിരിച്ചതാണെങ്കിൽ, ഒരു നായ പോലും നിന്റെ നേരെ നാക്ക് അനക്കാൻ സമ്മതിക്കത്തില്ല. അത്ര വലിയ പദവി ദൈവത്തിന്റെ പൈതല് നിനക്ക് തന്ന ദൈവത്തെ ആരാധിക്കുമ്പോൾ ശക്തിയോടെ ആരാധിക്കുക. ഈ ദൈവത്തെ ആരാധിക്കുന്നതാണ് നിന്റെ വിടുതലിന്റെ ആഴം. ആമേൻ. 9 പ്രാവശ്യവും പറഞ്ഞെന്നറിയാമോ? ഇസ്രായേൽ എൻ്റെ ജാതൻ, എന്നെ ആരാധിക്കാൻ നീ അവനെ വിട്ടയക്ക്. ശത്രുവേ, ഫറവോനെ നീ വിട്ടയക്ക്. 9 പ്രാവശ്യം പറഞ്ഞു പറ്റത്തില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആരാധിക്കാനാണോ നിങ്ങളെ വിളിച്ചത്? ആരാധിക്കാനാണോ വിളിച്ചത്? പള്ളിയിലും പട്ടക്കാരൻ്റെയും വിഗ്രഹങ്ങളുടെയും നേർച്ചയുടെയും കാഴ്ചകളുടെയും മെഴുകുതിരിയുടെയും വെടിക്കെട്ടിൻ്റെയും റാസയുടെയും പെരുന്നാളിൻ്റെയും വലിയ അനുഭവങ്ങളിൽ നിന്ന് വിളിച്ച് കർത്താവ് വേർതിരിച്ചത്, ആമേൻ, ഹല്ലേലൂയ, സത്യത്തിലും ആത്മാവിലും അവനെ ആരാധിക്കാനാണ് എന്നെ വിളിച്ച് വേർതിരിച്ചതെന്ന് എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ബോധ്യമുണ്ട്? പ്രൈസ് ഗോഡ്. ശരിയല്ലേ? പ്രൈസ് ഗോഡ്. പൊൻകുരിശ് വിട്ടില്ലേ, വെള്ളിക്കുരിശ് വിട്ടില്ലേ, മെഴുകുതിരി വിട്ടില്ലേ, വെടിക്കെട്ട് വിട്ടില്ലേ, പെരുന്നാൾ വിട്ടില്ലേ, പുക വിട്ടില്ലേ, പുകയ്ക്കല് വിട്ടില്ലേ, പ്രൈസ് ഗോഡ്, ചൊല്ലല് വിട്ടില്ലേ, ചൊൽത്ത് വിട്ടില്ലേ, ആമേൻ, ക്രൈസ്തവ, ഹല്ലേലൂയ, എല്ലാത്തിന്റെയും ക്രമം തന്നെ അങ്ങോട്ട് മാറിയില്ലേ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇടിവെട്ടിപ്പിക്കുന്ന ദൈവത്തെ പടക്കം പൊട്ടിച്ച് ആരാധിക്കുന്ന സ്ഥാനത്ത് നിന്ന് വെളിയിൽ ഇറങ്ങിയില്ലേ? ഹല്ലേലൂയ. ഈ ദൈവത്തെ ആരാധിക്കാൻ അല്ലെങ്കിൽ ദൈവ പൈതലേ, നീ എന്തിനിറങ്ങി? ദൂരവല്ല നബടക ജലബല ഹർദുല ബൗഡക ജഗടക ജലബ ദൗഡ സരവ. ഓ റബബര ഹദുല ജലാലബര ശംബര. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ഫെയ്ത്ത് സിറ്റിയിൽ ആരാധിക്കാൻ ഇറങ്ങിയതിനകത്ത് വലിയ മഹത്വം ഞാൻ പറയുന്നില്ല. പക്ഷേ ദൈവത്തിന് സ്തോത്രം, ഒന്ന് കൂടി പ്രാർത്ഥിക്കാൻ ഒരു മുറിയില്ലാത്തവർ, ഒരു ചോരുന്ന
പ്രൈസ് കോഡ് മേൽക്കുരയ്ക്ക് കീഴിലിരുന്ന് ആരാധിക്കുന്നവർ, അതുപോലുമില്ലാതെ മരച്ചുവട്ടിലിരുന്ന് ആരാധിക്കുന്നവർ, പ്രൈസ് കോഡ്, അവർക്ക് ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. മണിമേടകളില്ല, ഹോളുകളില്ല, മൈക്ക് സിസ്റ്റം ഇല്ല, മ്യൂസിക് സിസ്റ്റം ഇല്ല, ആമേൻ, പ്രൈസ് കോഡ്, തമ്പേർ മാത്രം വെച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം, കാളത്തോല് തല്ലി പൊട്ടിച്ച്, പ്രൈസ് കോഡ്, ഹല്ലേലൂയ, മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് മണ്ണിനകത്ത് ഓല കീറിട്ടുകൊണ്ട് അതിന്മേലിരുന്ന് ആരാധിച്ച ജനത്തെ വിടുവിക്കാൻ കഴിവുള്ള ദൈവമാണ് എൻ്റെ ദൈവം. അവൻ ഇന്ന് ഈ നിലയിൽ എന്നെയും നിന്നെയും ആക്കിയ ദൈവമാണ് എൻ്റെ ദൈവം. അങ്ങനെയുള്ള ഈ മഹാദൈവത്തെ ആരാധിക്കാൻ വിളിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, നിനക്ക് വേണ്ടി മാത്രം അത്ഭുതം പ്രവർത്തിക്കത്തില്ലേ? ആമേൻ. ഇന്നിപ്പം മർത്തോമാ സഭയിൽ നിന്ന് ഫേസിറ്റി വരുന്നതിനകത്ത് വലിയ പ്രശ്നമൊന്നുമില്ല. പ്രൈസ് കോഡ്, ഹല്ലേലൂയ. കത്തോലിക്ക സഭ വിട്ട് വരുന്നതിനേക്കാളും വരുന്നതിന് വലിയ ഇതൊന്നും പറയണ്ട, പ്രൈസ് കോഡ്. കാരണം ഇവിടത്തുള്ള പല കത്തോലിക്ക ദേവാലയത്തെക്കാൾ നല്ലൊരു ദേവാലയം നമുക്ക് ഇവിടെ ഇപ്പോൾ ഉണ്ട്, പ്രൈസ് കോഡ്. ഇവിടുത്തെ പല കത്തോലിക്ക പള്ളികൾക്കും ഇല്ലാത്ത വലിയ സിസ്റ്റം നമുക്കിവിടെ ഉണ്ട്. എല്ലാ സൗകര്യങ്ങളും ദൈവം തന്നിട്ടുണ്ട്, പ്രൈസ് കോഡ്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ഉന്നതമായ ആലയം വിട്ട്, ദൈവത്തിന് സ്തോത്രം, മനോഹരമായ ത്രോണാസും മനോഹരമായ മധുബഹയും വിരിയും, പ്രൈസ് കോഡ്, തിരശീലയും വിട്ട്, ദൈവത്തിന് സ്തോത്രം, ചിത്രത്തയ്യലുള്ള പഞ്ഞിനൂൽ, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, ഇങ്ങനെയുള്ള പ്രൈസ് കോഡ്, അല്ല ആമൻ, പ്രൈസ് കോഡ്, നല്ല ചിത്രത്തയ്യലുള്ള പ്രൈസ് കോഡ്, അലങ്കാര വസ്ത്രങ്ങൾ അരിഞ്ഞ്, പ്രൈസ് കോഡ്, നല്ല ഭംഗിയുള്ള കൊടി വെച്ച്, കയ്യിൽ അംശവടിയും പിടിച്ച്, ദൈവത്തിന് സ്തോത്രം, ഉന്നത നിലവാരത്തിൽ നടക്കുന്ന പൊന്തിവിക്കൽ കുർബാന പോലെയുള്ള 3 കുർബാനയും 7 കുർബാനയും ഒക്കെ നടക്കുന്ന സ്ഥാനത്ത് അതെല്ലാം വിട്ടല്ലേ ഈ പായ ചടഞ്ഞുകൂടി ഇരുന്ന് ആരാധിക്കാൻ നമ്മൾ വന്നത്. ഇതിന് മഹത്വമില്ലേ? ഇതിന് വിലയില്ലേ? ഇതിന് വിടുതലില്ലേ? ഇതിനകത്ത് നന്മയില്ലേ? ഇതിനകത്ത് ഉയർച്ചയില്ലേ? ഇതിനകത്ത് ഉദ്ധാരണമില്ലേ? മാത്രമല്ല നല്ല ഒന്നാന്തരം ചിലർക്കൊക്കെ ശവക്കോട്ട, നല്ല മാർബിളൊക്കെ ഇട്ട കുടുംബ കല്ലറ, ദൈവത്തിന് സ്തോത്രം, ഇതൊക്കെ വിട്ടിട്ടാണ് ഈ തറയെ വന്ന് കുത്തിയിരുന്ന് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കസേരയിൽ ഇരുന്നുകൊണ്ട് തത്തര പറഞ്ഞ് കൈകൊട്ടി ആരാധിക്കുന്നത്. ഇതിൻ്റെ സന്തോഷത്തിൻ്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ അറിയാവുന്ന നമുക്കറിയാം. ഇതിനേക്കാൾ ഒരു ഭാഗ്യമില്ല, ഇതിനേക്കാൾ ഭാഗ്യകരമായ ഒരു അവസ്ഥയില്ല. നമുക്കറിയാവുന്നതിന്റെ പകുതി പോലും അവർക്കറിയത്തില്ല. നിനക്ക് ശരിക്കറിയാമെങ്കിൽ ഈ ദൈവത്തെ ശക്തിയോടെ ആരാധിക്കാമോ? യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല. സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാര്, സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാര്. കർത്താവേ ദേവന്മാരും നിനക്കു തുല്യനാര്, സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാര്. കർത്താവേ ദേവന്മാരും നിനക്കു തുല്യനാര്, സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാര്. യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല. സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാര്, സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാര്. ദൂതന്മാരിൻ ഭോജനത്താരെ നിന്നെ പോഷിപ്പിച്ചു, ദൂതന്മാരിൻ ഭോജനത്താരെ നിന്നെ പോഷിപ്പിച്ചു. അങ്ങേ പോലെ ആരുമില്ല ജനത്തെ സ്നേഹിക്കുക, അങ്ങേ പോലെ ആരുമില്ല ജനത്തെ സ്നേഹിക്കുക. യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല,
പാപത്തിൻ കറകൾ പോക്കാം പാവന രക്തം ചിന്തി പാപത്തിൻ കറകൾ പോക്കാം പാവന രക്തം ചിന്തി അങ്ങേ പോലെ ആരുമില്ല യാഗമായി തീർന്നവനേ അങ്ങേ പോലെ ആരുമില്ല യാഗമായി തീർന്നവനേ യേശുവേ പോലാരുമില്ല യേശുവേ പോലാരുമില്ല യേശുവേ പോലാരുമില്ല യേശുവേ പോലാരുമില്ല സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാണ് സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാണ് കർത്താവേ ദേവന്മാരും നിനക്കു തുല്യനാണ് സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാണ് കർത്താവേ ദേവന്മാരും നിനക്കു തുല്യനാണ് സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാണ് യേശുവേ പോലാരുമില്ല യേശുവേ പോലാരുമില്ല യേശുവേ പോലാരുമില്ല യേശുവേ പോലാരുമില്ല സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാണ് സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാണ് മരണത്തിൻ പാശങ്ങളഴിച്ചു പാതാളഘോരം തകർത്തു മരണത്തിൻ പാശങ്ങളഴിച്ചു പാതാളഘോരം തകർത്തു അങ്ങേ പോലെ ആരുമില്ല ഉയർത്തെഴുന്നേറ്റവരേ അങ്ങേ പോലെ ആരുമില്ല ഉയർത്തെഴുന്നേറ്റവരേ യേശുവേ പോലാരുമില്ല യേശുവേ പോലാരുമില്ല യേശുവേ പോലാരുമില്ല യേശുവേ പോലാരുമില്ല സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാണ് സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാണ് കർത്താവേ ദേവന്മാരും നിനക്കു തുല്യനാണ് സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാണ് കർത്താവേ ദേവന്മാരും നിനക്കു തുല്യനാണ് സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാണ് യേശുവേ പോലാരുമില്ല യേശുവേ പോലാരുമില്ല യേശുവേ പോലാരുമില്ല യേശുവേ പോലാരുമില്ല സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാണ് സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാണ് ഈ ഒരൊറ്റ വെളിപ്പാടല്ലേ ഈ വലിയ പള്ളി വിട്ട് കൊച്ചു പള്ളിയും വലിയ പള്ളിയും വിട്ടിറക്കിയത്? ഈ ഒരു വെളിപ്പാടല്ലേ പട്ടക്കാരെ വിട്ട് നിന്നെ ഇറക്കിയത്? ഈ ഒരു വെളിപ്പാടല്ലേ കന്യാസ്ത്രീകളുള്ള വീട്ടിൽ നിന്ന് നിന്നെ ഇറക്കിയത്? ഈ ഒരു വെളിപ്പാടല്ലേ മെത്രാച്ചന്റെ വീട്ടിൽ നിന്ന് നിന്നെ ഇറക്കിയത്? ഈ വെളിപ്പാടല്ലേ മഹാപുരോഹിതന്മാരുള്ള വീട്ടിൽ നിന്ന് നിന്നെ വിളിച്ച് വെളിയിൽ കൊണ്ടുവന്നത്? സമ്പന്നതയുടെ പക്ഷത്ത് നിന്ന്, ഉന്നതമായ അനുഭവങ്ങളിൽ നിന്ന്, പാരമ്പര്യത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന്, പൗരോഹിത്യത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന്, വലിയ വലിയ പെരുന്നാളുകളുടെയും റാസയുടെയും അതുപോലെയുള്ള അനുഭവങ്ങളിൽ നിന്ന് എന്നെ വെളിയിൽ കൊണ്ടുവന്നത് യേശുവിന്റെ നാമത്തിന്റെ മഹത്വമാണെന്ന് പറയാൻ ഈ വെളിപ്പാടാണ് നമുക്ക് കിട്ടിയത്. ഹല്ലേലൂയ. അപ്പൊ ഈ വെളിപ്പാട് കിട്ടിക്കഴിഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 11-ാം അധ്യായത്തിൽ മോശ പറഞ്ഞതുപോലെ നിന്നെ വിടത്തില്ല വിടത്തില്ല വിടത്തില്ലെന്ന് പറഞ്ഞാൽ നിനക്കൊരു വ്യത്യാസം, ഒരു നായ പോലും നാവനക്കത്തില്ല. പ്രൈസ് ഗോഡ്. നിന്റെ നേരെയോ നിന്റെ മൃഗത്തിന്റെ നേരെയോ പോലും നാവനക്കത്തില്ല. 8-ാം വാക്യം 11-ന്റെ 8.
അപ്പോൾ നിന്റെ ഈ സകല ഭൃത്യന്മാരും അപ്പോൾ നിന്റെ ഈ സകല ഭൃത്യന്മാർ, ഈ സകല കുട്ടിപ്പിശാചുക്കളും എന്റെ അടുക്കൽ വന്ന് നീയും നിന്റെ കീഴിലിരിക്കുന്ന സർവ്വജനവും കൂടെ പുറപ്പെടുക എന്ന് പറഞ്ഞ് എന്നെ നമസ്കരിക്കും. അതിന്റെ ശേഷം ഞാൻ പുറപ്പെടും. അതിന്റെ ശേഷം നീ വന്ന് എന്നെ നമസ്കരിക്കും, അതിന്റെ ശേഷം ഞാൻ പുറപ്പെടും. ഇത്ര തൻ്റെ ഇടത്തോടെ പറയത്തക്കവണ്ണം മോശയ്ക്ക് എവിടെ നിന്ന് ധൈര്യം കിട്ടി? ആമേ, ഈ ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട്. ഇന്ന് പകൽക്കാലം നിനക്ക് ധൈര്യമുണ്ടോ? അതിന്റെ ശേഷം ഞാൻ പുറപ്പെടും, അതിന്റെ ശേഷം ഞാൻ പുറപ്പെടും. ഈ ഘട്ടത്തിൽ നിന്ന് ഞാൻ പുറപ്പെടും, ഈ ബന്ധനത്തിൽ നിന്ന് ഞാൻ പുറപ്പെടും, ഈ വേദനയിൽ നിന്ന് ഞാൻ പുറപ്പെടും, ഈ ദാരിദ്ര്യത്തിൽ നിന്ന് ഞാൻ പുറപ്പെടും, ഈ പ്രതികൂലത്തിൽ നിന്ന് ഞാൻ പുറപ്പെടും, ഈ വെല്ലുവിളിയിൽ നിന്ന് ഞാൻ പുറപ്പെടും. ഉറക്കെ 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 അവൻ ധൈര്യത്തോടെ പറയാൻ എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഞാൻ പുറപ്പെടും. പറ, ഞാൻ പുറപ്പെടും, ഞാൻ പുറപ്പെടും, ഞാൻ പുറപ്പെടും. ഞാനിവിടെ അടിഞ്ഞു കിടക്കത്തില്ല, ഞാനിവിടെ താണു കിടക്കത്തില്ല. എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ, എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ പിശാചേ, നിന്റെ ബന്ധനങ്ങൾ, നിന്റെ ചങ്ങലകൾ പൊട്ടിച്ച് ഞാൻ വെളിയിൽ വരും. നിന്റെ കോട്ടകൾ ഇടിച്ച് ഞാൻ വെളിയിൽ വരും. നീ പൂട്ടിയിട്ടിരിക്കുന്ന വഴികളും വാതിലുകളും തുറന്ന് ഞാൻ വെളിയിൽ വരും. വിശ്വാസത്തോടെ, വിശ്വാസത്തോടെ, ധൈര്യത്തോടെ, 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 ഉറപ്പോടെ. അടമാ രകട ജലമാ രകട ജലബല കത്തല ബൗഡ രകട സന്തർ ഖൗഡര വരവര ഹത്ത ഹത്തര ജാന. ആമേൻ. ഇന്നലെ ലയൺസ് ക്ലബിൻ്റെ, റോട്ടറി ക്ലബിൻ്റെ ഒന്നും ആ മീറ്റിങ്ങിൽ ഞാൻ ഇപ്രകാരം പറഞ്ഞു, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ പിശാചിനെ കാണുമ്പം ദൈവത്തെ സ്തോത്രം. പണ്ടൊക്കെ ഞങ്ങൾ വിശ്വാസത്തിൽ വന്ന കാലത്ത് പേടി വന്നാൽ ഉടനെ എൻ്റെ ഒരു പരിപാടി അടിക്കും. എന്ന് പറയും ഹല്ലേലൂയ എന്ന് പറയും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തെ സ്തോത്രം. ശവക്കോട്ടയുടെ അടുത്തോടെ പോകുമ്പം 4 ഹല്ലേലൂയ കീച്ചിക്കൊണ്ടാണ് പോകുന്നത്. ദൈവത്തെ സ്തോത്രം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇത് എന്തിൻ്റെ ഹല്ലേലൂയ എന്നറിയാമോ? പേടിച്ചിട്ടും ഹല്ലേലൂയ. ഈ കാറിൽ കേൾക്കുമ്പം പിശാച് ഓടണമെന്ന് വിചാരിച്ച ഈ കണ്ണ് അടച്ച് വെച്ച് കീച്ചുന്നത്. പ്രൈസ് ഗോഡ്. എന്നാൽ വേറൊരു ഹല്ലേലൂയ ഉണ്ട്. ഞാൻ പറയുന്ന ഈ ഹല്ലേലൂയ ശബ്ദത്തിൻ്റെ മുഴക്കത്തിൽ ശത്രു വന്നിരുന്നു കഴിഞ്ഞാൽ ഞാൻ അവനെ കൈകാര്യം ചെയ്യും. ഞാൻ പറയുന്ന ഒരു സ്തോത്രം എൻ്റെ ദൈവം എന്നെ ബലപ്പെടുത്തുന്ന ഒരു സ്തോത്രമാണ്. ഞാൻ പറയുന്ന ഹല്ലേലൂയ എൻ്റെ ദൈവം എന്നെ ബലപ്പെടുത്തുന്ന ഹല്ലേലൂയയാണ്. ശത്രുവിനെ നേരിടാൻ ആവശ്യമായിട്ടുള്ള ബലം എനിക്ക് ലഭിക്കുമെന്ന് ഉറപ്പുള്ളവർക്കായി ഒരു സ്തോത്രം ചെയ്യാം. ഇവിടെ ദാവീദ്, ഇനി ദാവീദിൻ്റെ ചരിത്രത്തിലേക്ക് ഒന്നുകൂടെ പോകാം. പ്രൈസ് ഗോഡ്. ദാവീദ്, പ്രൈസ് ഗോഡ്, ഞാൻ എൻ്റെ സങ്കടത്തിൽ പൊറുതിയില്ലാതെ ഞരങ്ങുന്നു. 3-ാം വാക്യം. അവർ എന്റെ മേൽ നീതികേട് ചുമത്തുന്നു, എന്റെ മേൽ നീതികേട് ചുമത്തുന്നു, പിന്നെ കോപത്തോടെ എന്നെ ഉപദ്രവിക്കുന്നു, പിന്നെ എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു, പിന്നെ മരണഭീതിയും എന്റെ മേൽ വീണിരിക്കുന്നു, പിന്നെ ഭയവും വിറയലും എന്നെ പിടിച്ചിരിക്കുന്നു, പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു. പ്രൈസ് ഗോഡ്. എത്ര കൂട്ടമായി? വല്ലൊരു എണ്ണി എഴുതിയോ? ഒന്നുകൂടെ വായിച്ചേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവർ എന്റെ മേൽ നീതികേട് ചുമത്തുന്നു. അല്ല, 1 സങ്കടത്തിൽ പൊറുതിയില്ലാതെ ഞാൻ ഞരങ്ങുന്നു. 1 അവർ എൻ്റെ മേൽ നീതികേട് ചുമത്തുന്നു. 2 കോപത്തോടെ എന്നെ ഉപദ്രവിക്കുന്നു. 3 പിന്നെ എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു, എന്റെ ഉള്ളം എന്റെ ഹൃദയം ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു. 4 പിന്നെ മരണഭീതിയും എന്റെ മേൽ വീണിരിക്കുന്നു, മരണഭീതി വീണിരിക്കുന്നു. 5 പിന്നെ ഭയവും വിറയലും എന്നെ പിടിച്ചിരിക്കുന്നു, ഭയവും വിറയലും എന്നെ പിടിച്ചിരിക്കുന്നു. 6 പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു. എത്രയായി? 7 വിധത്തിൽ ഇങ്ങോട്ട് പ്രശ്നം വന്ന് വളഞ്ഞേക്കുകയാണ്. പക്ഷേ പ്രൈസ് ഗോഡ്, എനിക്ക് പേടിയില്ല. പറ്റുമോ? പറയാൻ പറ്റുമോ? 7 വിധ പ്രശ്നങ്ങൾ ഇപ്പോൾ എന്നെ വന്ന് വളഞ്ഞെന്നെ വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്ക് പേടിയില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്, ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ശത്രു ഇങ്ങനെ വളഞ്ഞു നിൽക്കുമ്പം നിരായുധനായിട്ട് അവൻ്റെ നേരെ ഇറങ്ങിച്ചെല്ലാൻ ധൈര്യമുള്ളത് ആർക്കാണ്? ശത്രു വളഞ്ഞു നിൽക്കുമ്പോൾ, 7 വിധത്തിൽ വളഞ്ഞു നിൽക്കുമ്പോൾ, യാതൊരായുധവും കയ്യിലില്ലാതെ അതിൻ്റെ നേരെ അങ്ങോട്ട് ചെല്ലാൻ കഴിവുള്ളത് ആർക്കാണെന്നറിയാമോ? പ്രൈസ് ഗോഡ്. 1000 ദൂതന്മാർ എൻ്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇറങ്ങുന്നവർക്ക് ഇന്ന് പകൽക്കാലം പ്രൈസ് ഗോഡ്, യേശുവും അവൻ്റെ ദൂതന്മാരും അവൻ ഹല്ലേലൂയ നിന്റെ കൂടെ ഉണ്ട്, നിന്റെ കൂടെ ഉണ്ട്. നീ ചെല്ലുന്നത് വെറുതെയല്ല, നിന്നെ തൊടാൻ സമ്മതിക്കത്തില്ല. ഈ വിശ്വാസമാണ് ദാവീദിനെ പ്രൈസ് ഗോഡ് നമ്മുടെ സന്നിധിയിൽ വ്യത്യസ്തനാക്കി നിർത്തിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ.
പക്ഷേ ദാവീദ് 6ഉം 7ഉം വാക്യത്തിൽ പറയുന്ന കാര്യങ്ങളൊന്ന് വായിച്ചേ. പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഒരു 3 ഈഫ് ഉണ്ട്. പ്രാവിനെ പോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ പറന്നു വിശ്രമിക്കുമായിരുന്നു. അതെ, ഞാൻ ദൂരത്ത് സഞ്ചരിച്ച് മരുഭൂമിയിൽ പാർക്കുമായിരുന്നു. ഞാൻ ദൂരത്ത് സഞ്ചരിച്ച് മരുഭൂമിയിൽ പാർക്കുമായിരുന്നു. പിന്നെ കൊടുങ്കാറ്റിൽ നിന്നും പെരുങ്കാറ്റിൽ നിന്നും ബന്ധപ്പെട്ട് ഞാനൊരു സങ്കേതത്തിലേക്ക് ഓടിപ്പോകുമായിരുന്നു. ഞാൻ കൊടുങ്കാറ്റിൽ നിന്നും പെരുങ്കാറ്റിൽ നിന്നും ബന്ധപ്പെട്ട് ഒരു സങ്കേതത്തിലേക്ക് ഓടിപ്പോകുമായിരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇനി ഇത്രയും കഷ്ടം ത്തിന്റെ മധ്യേ ഓടിപ്പോകുമായിരുന്നു എന്നൊക്കെ പറഞ്ഞത് വിഷമിക്കുന്നതിന് മധ്യേ ദാവീദ് ബലപ്പെട്ടത് എപ്പോഴാണെന്നറിയാമോ? 15-ാം വാക്യത്തിലാണ്. 15-ാം വാക്യം വായിച്ചേ. മരണം പെട്ടെന്ന് അവരെ പിടിക്കട്ടെ, മരണം പെട്ടെന്ന് അവരെ പിടിക്കട്ടെ, അവർ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങട്ടെ, അവർ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങട്ടെ, ദുഷ്ടത അവരുടെ വാസസ്ഥലത്തും അവരുടെ ഉള്ളിലുമുണ്ട്. ആമേൻ, പ്രൈസ് ഗോഡ്. അവർ മരണം അവരെ പിടിക്കട്ടെ, അവർ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങട്ടെ. ദാവീദ് ഇത് വിളിച്ചു പറയുമ്പം സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിലെ ഒരു സംഭവമാണ് അവൻ ഓർമ്മ. പ്രൈസ് ഗോഡ്. ഈ ദുഷ്ട മനുഷ്യരുടെ കൂടാരങ്ങളിൽ നിന്ന് മാറിപ്പോകുവീൻ, വേഗം മാറിപ്പോകുവീൻ. മോശ വിളിച്ചു പറഞ്ഞു. പ്രൈസ് ഗോഡ്. എന്നിട്ട് പറഞ്ഞു, ഇവർ സാധാരണ മനുഷ്യർ മരിക്കും പോലെ അല്ല, ദൈവം ഇവിടെ ഇടപെടണമെന്ന് പറഞ്ഞ് നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം. അവൻ സഭയോട്, ഈ ദുഷ്ട മനുഷ്യരുടെ സകല പാപങ്ങളാലും നിങ്ങൾ സംഹരിക്കപ്പെടാതിരിക്കേണ്ടതിന് അവരുടെ കൂടാരങ്ങളുടെ അടുക്കൽ നിന്ന് മാറിപ്പോകുക. ഈ സഭയ്ക്കകത്ത് തന്നെ ദുഷ്ടന്മാരുണ്ടായിരുന്നു, കോരഹും അബീരാമും. പ്രൈസ് ഗോഡ്. മോശ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ നശിക്കാതിരിക്കാൻ അവരുടെ കൂടാരങ്ങളിൽ നിന്ന് മാറിപ്പോകുവീൻ. പ്രൈസ് ഗോഡ്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചോണം. വല്ല ദുഷ്ടന്മാരും കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വശീകരിക്കാൻ നോക്കിയാൽ, നിങ്ങളെ പറഞ്ഞ് തിരിക്കാൻ നോക്കിയാൽ അവിടെ നിന്ന് മാറിക്കോണം. അല്ലെങ്കിൽ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവശബ്ദം, ദൈവത്തിൻ്റെ ആലോചന, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നമുക്കെതിരായി തിരിയാനിടയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തോണെന്നറിയാമോ? സൂക്ഷിച്ചോണം. അടുത്ത വാക്യം. അവർക്കുള്ള യാതൊന്നിനെയും തുടരുത് എന്ന് പറഞ്ഞു. അവർക്കുള്ള യാതൊന്നിനെയും തുടരുത്. പിന്നെ അങ്ങനെ അവർ കോരഹ്, ദാഥാൻ, അബീരാം എന്നിവരുടെ വാസസ്ഥലത്തിന്റെ ചുറ്റിൽ നിന്ന് മാറിപ്പോയി. അങ്ങനെ കോരഹ്, അബീരാം, ദാഥാൻ എന്നിവരുടെ ചുറ്റിൽ മാറിപ്പോയി. 31, 32, 33. അവൻ ഈ വാക്കുകളെല്ലാം പറഞ്ഞു തീർന്നപ്പോൾ അവരുടെ കീഴെ ഭൂമി പിളർന്നു. 30-ാം വാക്യം വായിച്ചു. എന്നാൽ യഹോവ ഒരു അപൂർവ കാര്യം പ്രവർത്തിക്കുകയും ഭൂമി വായ് പിളർന്ന് അവരെയും അവർക്കുള്ള സകലത്തെയും വിഴുങ്ങിക്കളയുകയും അവർ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങുകയും ചെയ്താൽ അവർ യഹോവയെ നിരസിച്ചു എന്ന് നിങ്ങൾ അറിയൂ. കാനവച്ചൻ ഒരിക്കൽ പ്രസംഗിച്ചപ്പോൾ ഇപ്രകാരം പറഞ്ഞു, കോരഹ് പുത്രന്മാര്, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ഈ ബോട്ടംലെസ് പിറ്റ് എന്നൊരു പ്രയോഗം വേദപുസ്തകത്തിനകത്തുണ്ട്. ബോട്ടംലെസ് പിറ്റ്. ആ കുഴിക്ക് ബോട്ടമില്ല. ഒരു പാത്രം, അടിവാഹമില്ലാത്തൊരു പാത്രം എന്ന് വിചാരിക്കും. ഈ കുഴിക്ക്, കോരഹുപുത്രന്മാർ പോയ കുഴിക്ക് ബോട്ടമില്ല, ബോട്ടംലെസ് പിറ്റില്ല. എന്നിട്ട് പുള്ളി പറഞ്ഞു, അവരിപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു താഴോട്ട്. ഒന്ന് ആലോചിച്ച് നോക്കി. പ്രൈസ് ഗോഡ്. എന്നിട്ട് 31-ാം വാക്യം. അവൻ ഈ വാക്കുകളെല്ലാം പറഞ്ഞു തീർന്നപ്പോൾ അവരുടെ കീഴെ ഭൂമി പിളർന്നു. ഭൂമി വായ് തുറന്ന് അവരെയും അവരുടെ കുടുംബങ്ങളെയും കോരഹിനോട് ചേർന്നിട്ടുള്ള എല്ലാവരെയും അവരുടെ സർവ്വസമ്പത്തിനെയും വിഴുങ്ങിക്കളഞ്ഞു. അവരുടെ സർവ്വസമ്പത്തിനെയും വിഴുങ്ങിക്കളഞ്ഞു. പിന്നെ അവരും അവരോട് ചേർന്നിട്ടുള്ള എല്ലാവരും ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങി. ഭൂമി അവരുടെ മേൽ അടയുകയും തുറന്നേച്ചും ഇവരെല്ലാം താഴോട്ട് പോയപ്പോൾ ഭൂമി വീണ്ടും അടഞ്ഞു. പ്രൈസ് ഗോഡ്. എന്തോ മനസ്സിലായി? സകല വെല്ലുവിളികളും അവിടെ താഴോട്ട് പോയി. നിനക്കെതിരായി വരുന്ന സകല പ്രശ്നങ്ങളെയും ഒരൊറ്റ മിനിറ്റ് കൊണ്ട് പ്രൈസ് ഗോഡ് താഴോട്ട് ഇനി പൊങ്ങി വരാൻ കഴിയാതെ വണ്ണം തള്ളിയിടാൻ കഴിവുള്ള മോശയുടെ ദൈവമാണ് നിന്റെ ദൈവമെന്ന് വിശ്വസിച്ച് സ്തോത്രം ചെയ്ത് അവരെ ഒന്ന് ആരാധിക്കാമോ? ഇന്ന് പകൽക്കാലം ഒരു അപൂർവ കാര്യം ദൈവം നിനക്ക് വേണ്ടി ചെയ്യണം. ദൈവം നിനക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും ഒരു അപൂർവ കാര്യം ചെയ്യണം. യെസ്. നിന്റെ ശത്രുവിനെ നിനക്കെതിരായി നിൽക്കുന്ന ദുഷ്ടശക്തികളെ കൈകാര്യം ചെയ്യത്തക്കവണ്ണം ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവം ഒരു അപൂർവ കാര്യം ചെയ്തിരുന്നെങ്കിൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. ആ അപൂർവ കാര്യം ഒന്ന് വാക്യം ഒന്ന് എടുത്താട്ടെ. ഞാൻ പറയുമ്പോൾ വാക്യം എടുക്കാത്ത തന്നെ കുഴപ്പം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എത്രാമത്തെ വാക്യമാ? 30. പ്രൈസ് ഗോഡ്. അതൊന്ന് ദൈവത്തിന്റെ സ്തോത്രം. വായിച്ചേ. എന്നാൽ യഹോവ ഒരു അപൂർവ കാര്യം പ്രവർത്തിക്കുകയും ഭൂമി വായ് പിളർന്ന്
അവരെയും അവർക്കുള്ള സകലത്തെയും വിഴുങ്ങിക്കളയുകയും. മതി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവം ഒരു അപൂർവ കാര്യം പ്രവർത്തിക്കണം. പ്രൈസ് ഗോഡ്. ഇന്ന് പകല് പ്രൈസ് ഗോഡ് നിന്റെ ശത്രുവിനെ കൈകാര്യം ചെയ്യാൻ, നിന്നെ വിഷമിപ്പിക്കുന്ന വിഷയത്തെ കൈകാര്യം ചെയ്യാൻ, എൻ്റെ ജീവിതത്തിൽ എന്നെ തകർത്തുകൊണ്ടിരിക്കുന്ന, എന്നെക്കെതിരായി നിന്ന് വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുന്ന, എന്നോട് മത്സരിച്ചു കൊണ്ടിരിക്കുന്ന, എൻ്റെ സന്തോഷം കെടുത്തിക്കൊണ്ടിരിക്കുന്ന, എൻ്റെ സമാധാനം കെടുത്തിക്കൊണ്ടിരിക്കുന്ന, എൻ്റെ സമ്പത്തിനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന, എൻ്റെ ആരോഗ്യത്തെ കവർന്നുകൊണ്ടിരിക്കുന്ന, എൻ്റെ കുടുംബത്തിലെ ഐശ്വര്യം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ദൈവം ഒരു അപൂർവ കാര്യം പ്രവർത്തിക്കുമെന്ന് ഉറപ്പ് ആർക്കെങ്കിലും ഉണ്ടോ? ഇന്ന് പകൽക്കാലം ആ ഒരു ഉറപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കത്തക്കവണ്ണം ദൈവകൃപയുടെ അതിശക്തമായ വ്യാപാരം ആമേൻ വിഷയത്തിന്മേൽ വരട്ടെ. ഉടബല ഹത്തുല ജപനക രകടക ജലബല ഹത്തല. കർത്താവേ, അത്യപൂർവമായി അപൂർവമായ വിഷയം കൊണ്ട്, അപൂർവമായ ഒരു കാര്യം കൊണ്ട് ദൈവമേ പ്രൈസ് ഗോഡ് നീ പ്രവർത്തിക്കണമേ. ആമേൻ. അപ്പോ ദാവീദിന് നല്ല ഒരു നിശ്ചയമുണ്ട്. ഇങ്ങനെ മോശയുടെ കാലത്ത് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് 55-ാം സങ്കീർത്തനത്തിന്റെ 15-ാം വാക്യത്തിൽ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ നോക്കി, മരണം പെട്ടെന്ന് അവരെ പിടിക്കട്ടെ, അവർ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങട്ടെ. എൻ്റെ ദൈവമേ, എൻ്റെ ഈ പ്രശ്നം പെട്ടെന്ന് താഴോട്ട് പോട്ടെ. ഇത് അങ്ങനെ കത്തി നിൽക്കുമ്പോൾ തന്നെ പ്രൈസ് ഗോഡ് കെട്ടടങ്ങിയിട്ടല്ല, ഈ കത്തി കാളി നിൽക്കുമ്പോൾ താഴോട്ട് പോകണം. ഇന്ന് പകൽക്കാലം അതുപോലെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ പ്രശ്നത്തെ കെട്ടടക്കാനല്ല, അത് കത്തിക്കാളി നിന്നെ ദഹിപ്പിക്കാൻ നിൽക്കുമ്പോൾ തന്നെ അത് ഭൂമിക്കടിയിലേക്ക് പോകത്തക്കവണ്ണം, ഇനി പൊങ്ങി വരാതെ വണ്ണം താഴേക്ക് പോകത്തക്കവണ്ണം പ്രവർത്തിക്കാൻ കഴിവുള്ള ദൈവമുണ്ട്. ജീസസ് ജീസസ് ജീസസ്. ഇന്ന് പകൽക്കാലം ചില വിഷയങ്ങൾ അടങ്ങട്ടെ, ചില വിഷയങ്ങൾ കെട്ടടങ്ങുകയല്ല കർത്താവേ, അത് താഴോട്ട് താഴോട്ട് ഈ നിമിഷം ഇനി പൊങ്ങി വരാതെ വണ്ണം താഴോട്ട് പോകണം. ആമേൻ. പ്രൈസ് ഗോഡ്. ഈ 15-ാം വാക്യം പറഞ്ഞു കഴിഞ്ഞപ്പം 16-ാം വാക്യത്തില് ദാവീദിന്റെ മട്ടം കൂടി മാറി. വായിച്ചേ. ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും. ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും. പിന്നെ യഹോവ എന്നെ രക്ഷിക്കും. യഹോവ എന്നെ രക്ഷിക്കും. രക്ഷിക്കും. തോന്നുന്നുണ്ടോ? ഞാൻ ഇവിടെ ഇരുന്ന് ഇന്ന് വിളിച്ചപേക്ഷിക്കും, ദൈവം എന്നെ, ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് യേശുവിനെ വിളിക്കും, യേശു എന്നെ രക്ഷിക്കും. താഴോട്ട് പോകേണ്ട വിഷയം ഇപ്പം താഴോട്ട് പോകും. എൻ്റെ ജീവിതത്തിൽ എന്നെ വെല്ലുവിളിച്ചു കൊണ്ട് നിൽക്കുന്ന വിഷയം ഞാൻ ഇപ്പോൾ വിളിച്ച് പ്രാർത്ഥിക്കും, ഇത് ഇപ്പം താഴോട്ട് പോകും, ഇവിടെ താഴോട്ട് പോകും, ഇവിടെ ഇവിടെ ഇന്ന് താഴോട്ട് പോകും. ഉടമല്ല, എൻ്റെ കണ്ണിൻ്റെ മുൻപിൽ ഇത് താഴോട്ട് പോകും. വിശ്വാസത്തോടെ വിശ്വാസത്തോടെ വിശ്വാസത്തോടെ. അതരാ ജപന ജലകല ഹത്തുൽ കൗടകര കട ജലപര ബൗഡ റംബർ ഖദന ജലമല ഹസ്ത അന്തരാ ജലപ തകടക ജലബല ഹത്തന ബൗഡ ശബ്ദ ജലപ താഴോട്ട് പോട്ടെ, താഴോട്ട് പോകട്ടെ. ചില വിഷയങ്ങൾ ഇപ്പോൾ 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 റൈറ്റ് നൗ റൈറ്റ് നൗ റൈറ്റ് നൗ താഴോട്ട് 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 യേശുവിന്റെ നാമത്തിൽ പോകട്ടെ. ആമേൻ. ഞാൻ നിങ്ങളൊരു കാര്യം ചോദിക്കട്ടെ, ആത്മാർത്ഥമായിട്ട് ചോദിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവോട് സാക്ഷി പറയുന്നുവെന്ന് പൗലോസിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കൊരിന്ത്യർ ലേഖനത്തിനകത്ത്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷി പറയുന്നു. അതെന്താണെന്നറിയാമോ? ഞാൻ ഈ പറഞ്ഞത്, ഇപ്പം എൻ്റെ വിഷയം താഴോട്ട് പോയി, എൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് ചേർന്ന് സാക്ഷി പറയുന്നു. അങ്ങനെ ഒരു അനുഭവം യഥാർത്ഥത്തിൽ അനുഭവമുള്ളവർക്കൊരു സ്തോത്രം ചെയ്യാം. ഇന്ന് പകൽക്കാലം നിന്റെ വിഷയം നിന്റെ വിഷയം നിന്റെ വിഷയം അതെ അതെ ഇവിടെ വച്ച് ഈ നിമിഷം അത് താഴോട്ട് ഇനി പൊങ്ങി വരാൻ കഴിയാതെ വണ്ണം അത് താഴോട്ട് പോയി കഴിഞ്ഞു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇനി ദൈവത്തിന്റെ സ്തോത്രം. ഈ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവർ മനസ്സിലാക്കിയിരിക്കേണ്ട ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ചില വിഷയങ്ങളുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ഗോഡ്. ഒത്തിരി ഉണ്ട്, പക്ഷേ അതിനകത്തൊരു 10-8 ഞാൻ ഇവിടെ ഉണ്ട്. എങ്കിൽ ചിലത് അത്യാവശ്യം പോലെ പറയാം. 2 ദിനവൃത്താന്തം 14-ാം അധ്യായം 11-ാം വാക്യം. പ്രൈസ് ഗോഡ്. ആസ തന്റെ ദൈവമായ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. യഹോവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീ അല്ലാതെ മറ്റാരുമില്ല. ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരുമില്ല. ഈ ദൈവം എന്നെ സഹായിക്കുന്ന ഉറപ്പുണ്ടോ? എനിക്ക് ബലമില്ല, സമ്മതിച്ചു. എന്നേക്കാൾ ബലവാനാണ് എൻ്റെ ശത്രു. തന്ത്രം അറിയാം, മന്ത്രം അറിയാം, എല്ലാ പരിപാടികളും അറിയാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ.
ദൈവത്തിന് സ്തോത്രം. ആരെയും പ്രൈസ് കോഡ് വളയ്ക്കാനറിയാം, ഒടിക്കാനറിയാം, പ്രൈസ് കോഡ് കൈകാര്യം ചെയ്യാൻ അറിയാം. നമ്മൾ വെറും ബലമില്ലാത്തവനാണ്. പ്രൈസ് കോഡ്. എനിക്ക് ഒരു തന്ത്രവും അറിയത്തില്ല, മന്ത്രവും അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, എന്നെ സഹായിക്കാൻ ബലവാനും ബലഹീനനും തമ്മിൽ എന്തൊരു വായിച്ച്, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീ അല്ലാതെ മറ്റാരുമില്ല. സഹായിക്കാൻ നീ അല്ലാതെ മറ്റാരുമില്ല. എന്നിട്ട് ഞങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ സഹായിക്കണമേ. നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. നിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പുരുഷാരത്തിന് നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നു. നിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പുരുഷാരത്തിന് നേരെ പുറപ്പെട്ടു വന്നു. വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കിയാലും മതി. പ്രൈസ് ഗോഡ്. 10 ലക്ഷത്തിൻ്റെ നേരെ വെറും 3 ലക്ഷം കൊണ്ടാണ് ചെല്ലുന്നത്. 10 ലക്ഷത്തിൻ്റെ നേരെ 3 ലക്ഷവും കൊണ്ടാണ് ചെല്ലുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവസ്തോത്രത്തിൽ പറയുമ്പോൾ അത്ര പിടികിട്ടത്തില്ല. ഒരു സാധനം മേടിക്കാൻ പോകാമെന്ന് വിചാരിക്കുക. പ്രൈസ് ഗോഡ്. 10 ലക്ഷം കൊണ്ട് മേടിക്കാണ്ട് ഒരുത്തം വന്നേക്കുന്നു. എൻ്റെ കയ്യിൽ 3 ലക്ഷമുണ്ട്, ഞാനും മേടിക്കാൻ ചെന്നേക്കുന്നു. ആർക്ക് കിട്ടും? നിങ്ങൾ ബുദ്ധി വെച്ച് ആലോചിച്ച് പറ, ആർക്ക് കിട്ടും? 10 ലക്ഷക്കാരന് കിട്ടും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ 10 ലക്ഷക്കാരൻ അവൻ്റെ കയ്യിലുള്ള 10 ലക്ഷത്തിൻ്റെ ചെക്കോ ഡിഡിയോ ഡ്രാഫ്റ്റോ എന്ന് എനിക്കറിയത്തില്ല, അതോ 1000ൻ്റെ കെട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. പ്രൈസ് കോഡ്. ഹല്ലേലൂയ. 100 കെട്ട്. ദൈവത്തിന് സ്തോത്രം. 1 ലക്ഷം വീതമുള്ളതിൻ്റെ 100 പ്രൈസ് കോഡ്. 10 ലക്ഷത്തിൻ്റെ പ്രൈസ് 10 കെട്ട് ഉണ്ട്. ഹല്ലേലൂയ. വന്നേക്കുക. എൻ്റെ അടുത്ത് 3 കെട്ടുണ്ട്, മറ്റവൻ്റെ അടുത്ത് 10 കെട്ടുണ്ട്. പ്രൈസ് കോഡ്. അവന് കൊടുക്കാനായിട്ട് ഉടമസ്ഥൻ ആർക്ക് കൊടുക്കും? 10 കെട്ടുകാരന് കൊടുക്കും. 3 തരത്തില്ല. അങ്ങനെ ഞാൻ വിഷമിച്ചങ്ങ് നിൽക്കുമ്പോൾ മറ്റവൻ 10 കൊണ്ട് അങ്ങോട്ട് ചെന്നപ്പം പ്രൈസ് കോഡ് പെട്ടെന്നൊരു ശബ്ദം കേട്ടു, കൊണ്ടോട്ട് ഓടറാന്ന് പറഞ്ഞു. പ്രൈസ് കോഡ്. ഞാൻ പമ്പിച്ച് നോക്കുമ്പോൾ ഉണ്ടല്ലോ, ആരോടെ പറയുന്നറിയാമോ? ഈ 10 കൊണ്ട് ചെല്ലുന്നവനോട് പ്രൈസ് കോഡ് ഹല്ലേലൂയ അധികാരമുള്ള ഒരുവൻ കൽപ്പിക്കുകയാണ്, നിന്റെ 10 കൊണ്ട് നീ ഓടിക്കോളാൻ പറഞ്ഞു. പ്രൈസ് കോഡ്. എന്നിട്ട് മോനും കൊള്ളുക, നീ 3 ലക്ഷം കൊടുത്ത് അത് മേടിച്ചോണ്ട് പൊക്കോ എന്ന് പറഞ്ഞു. ഇതുപോലെ ബലവാനും ബലഹീനനും തമ്മിലൊരു കാര്യമുണ്ടായാൽ ബലഹീനനെ സഹായിക്കാൻ ഒരുവൻ ഇറങ്ങി വരും. നിന്റെ കയ്യിലുള്ളത് അതുച്ഛമാണെന്ന് വിചാരിക്കല്ലേ, അല്പമാണെന്ന് വിചാരിക്കല്ലേ. ഇന്ന് പകൽക്കാലം നിന്നേക്കാൾ ബലമുള്ളവനെ അവന് ശാസിച്ച് തർജ്ജനം ചെയ്ത് അമർത്തി ഒതുക്കി നിന്റെ കയ്യിൽ നിനക്കുള്ളതിനെ കൊണ്ടുത്തരാൻ കഴിവുള്ള സർവശക്തനായ ദാവീദിന്റെ ദൈവം ജീവിക്കുന്നു. ആസയുടെ ദൈവം ജീവിക്കുന്നു. വിശ്വസിക്കാൻ സാധിക്കുമെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞ് ആരാധിക്കാമോ? ആമേൻ. ഞാൻ പറയട്ടെ, ഇവിടെ ഇരുന്ന് ഈ കൈയൊക്കെ കൊട്ടിപ്പോയിട്ട് ഈ ഇതിൻ്റെ ഉശിരിപ്പിടും പുറത്തു പോകുമ്പോൾ കാണണം കേട്ടോ. ഞാൻ തീർത്ത് പറയുക, ഇന്ന് ഇവിടെ ഇരുന്നോണ്ട് ഈ ബഹളമൊക്കെ ഉണ്ടായിക്കൊണ്ട് പോയേച്ച് ഇവിടെ നിന്ന് പുറത്തോട്ടിറങ്ങുമ്പോൾ ഈ ഒരു ഉശിരില്ലാതെ പോകല്ലേ. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന അറിയാമോ? ഈ ആഴ്ച ഇറങ്ങിപ്പോയി അടുത്ത ആഴ്ച എന്തിനു വരാൻ പോവാ? അടുത്ത ആഴ്ച എന്തിനു വരാൻ പോവാ? ഇത് തന്നെ പ്രശ്നം. ഈ ആഴ്ച ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി അടുത്ത ആഴ്ച എന്തിനാ തിരിച്ചു വരാൻ പോകുന്നത്? എന്തോ വിടുതലോടെയല്ല, വിടിവിക്കപ്പെട്ട സാധനം എടുത്തുകൊണ്ട് പോകാൻ, നന്നാക്കാൻ കൊടുത്തേക്കുന്ന സാധനം കളക്ട് ചെയ്തുകൊണ്ട് പോകാനാണ് വരാൻ പോകുന്നത്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഞാൻ ഈ 7 ദിവസവും കൂടെ വിഷയം ഇവിടെ വച്ചേച്ച് മടങ്ങി പോകും, തിരിച്ചത് നന്നാക്കി എൻ്റെ കയ്യിൽ കിട്ടുമെന്ന് ഉറപ്പുണ്ടോ എത്ര പേർക്കെങ്കിലും? ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രൈസ് ഗോഡ് എൻ്റെ വിഷയത്തിൻ്റെ പരിഹാരം തരാൻ കഴിവുള്ള ദൈവസന്നിധിയിൽ ഞാൻ 7 ദിവസത്തേക്ക് ഈ വിഷയം വച്ചിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. എടാ, ദൈവത്തിൻ്റെ സന്നിധിയിൽ വെക്കേണ്ട പോലെ വച്ചാലത്തെ ഗുണമെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളിൽ നിന്നും 12 വടി, ഓരോ ഗോത്രത്തിൻ്റെയും പേരെഴുതിക്കൊണ്ട് പ്രൈസ് കോഡ് ഹല്ലേലൂയ യഹോവയുടെ പെട്ടകത്തിനകത്തുകൊണ്ട് അടുത്തുകൊണ്ടുപോയി വെച്ചു. പ്രൈസ് കോഡ്. ഒറ്റ രാത്രി അത് അവിടെ ഇരുന്നതേ ഉള്ളൂ. നേരം വെളുത്ത് ചെന്ന് നോക്കുമ്പോൾ 12 ഉണക്കക്കൊമ്പിനകത്ത് ഒരു കൊമ്പ് ബദാം വൃക്ഷം പൂത്ത് തളിർത്ത് പൂത്ത് ബദാം വൃക്ഷം കായ്ച്ചു. അത് അഹരോന്റെ വടിയായിരുന്നു, ആരാധിക്കുന്നവന്റെ വടിയായിരുന്നു. അങ്ങനെയാണ് ഇന്ന് പകൽക്കാലം ആരാധനയ്ക്ക് വേണ്ടി വന്നിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഒരാഴ്ച നിന്റെ ഉണക്കക്കൊമ്പ്, നിന്റെ ഉണങ്ങിയ വിഷയം ദൈവസന്നിധിയിലേക്ക് മടങ്ങിപ്പോയാൽ അടുത്ത ആഴ്ച ഞാൻ വരുമ്പോൾ അത് പൂത്ത് തളിർത്ത് കായ്ച്ചിരിക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റത്തില്ലേ? ആമേൻ. നിങ്ങൾക്കും ഒരു പങ്കുണ്ട് കേട്ടോ അനുഗ്രഹം മേടിക്കാൻ, വിടുതൽ പേടിക്കാൻ. നിങ്ങളുടെ ഭാഗത്തുനിന്നൊരു പങ്കുണ്ട്. എന്ത് ചെയ്യണം? വിശ്വസിക്കണം. കർത്താവ് യായിറോസിനോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. നിന്റെ മോള് ചത്തട്ടില്ലെന്ന്, നിന്റെ പ്രശ്നം നീ കാണുന്ന പോലെ അല്ലെന്ന്, നിന്റെ പ്രശ്നം നീ കേൾക്കുന്ന പോലെ അല്ലെന്ന്, ഇപ്പൊ എഴുന്നേക്കാൻ പോവുക.
പ്രൈസ് ഗോഡ്. ഇന്ന് പകൽക്കാലം കാണുന്നത് പോലെയല്ല, കേൾക്കുന്നത് പോലെയല്ല. ഇപ്പോൾ 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 എൻ്റെ ദൈവം എനിക്ക് വിടുതൽ തരാൻ പോകുകയാണ്. അതിനെന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ഭയപ്പെടണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. വല്ല ചെലവുണ്ടോ? ഇത്ര ഈസി ആയിട്ട് വിടുതൽ കിട്ടാനുള്ളൊരു മാർഗം കിടക്കുമ്പം ഇന്ന് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഇവിടെ നിന്ന് അടിച്ച് പൊളിച്ച് കയ്യൊക്കെ അടിച്ചു വെച്ചും പിന്നെ ദുഃഖത്തോടെ ഇറങ്ങിപ്പോകേണ്ട കാര്യമുണ്ടോ? നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ഞാൻ ചോദിക്കട്ടെ, ആത്മാർത്ഥമായിട്ട് ഭാരം ഇവിടെ ഇട്ടിട്ട് പോകാൻ കഴിവുള്ള എത്ര പേരുടെ വന്നിട്ടുണ്ട്? ആമേൻ ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഹന്നയെ കുറിച്ച് വായിക്കുന്നത് പോലെ പിന്നെ അവളുടെ മുഖം വാടിയതുമില്ല. ഇവിടെ നിന്ന് വാട്ടം തീർത്തേ പോകാവൂ. ഇന്ന് പകൽക്കാലം നിന്റെ വാട്ടം ഇവിടെ തീർത്തേ പോകാവൂ. ആമേൻ. പിന്നത്തേതിൽ ഹന്ന വന്നപ്പോൾ ഇപ്രകാരം പറഞ്ഞു, ഈ ബാലന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, യഹോവ എനിക്ക് തന്നു. അടുത്ത പ്രാവശ്യം വരുമ്പോൾ മറുപടി കൊണ്ടുവരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അവൻ ഉറപ്പോടെ ധൈര്യത്തോടെ പ്രാർത്ഥിക്കാൻ സാധിക്കുമോ? സാധിക്കുമോ? സാധിക്കുകയാണെങ്കിൽ വിടുതലുണ്ട് കേട്ടോ. ഈ മാർഗമെന്ന് പറയുന്നത് വിശ്വസിക്കുന്നവന് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ അളവറ്റ ശക്തിയുടെ വലുപ്പം. ആമേൻ ഹല്ലേലൂയ. എഫെസ്യ ലേഖനത്തിൽ പറയുന്നു, വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം. അവൻ്റെ അളവറ്റ ശക്തി, അവൻ്റെ അളവറ്റ ശക്തി, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അളവറ്റ ശക്തി ഇന്ന് പകൽ എനിക്ക് നിനക്ക് വേണ്ടി വ്യാപരിക്കണം. വിശ്വാസത്താൽ 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 വിശ്വാസത്താൽ. ആ ഉറപ്പുണ്ടെങ്കിൽ 18-ാം സങ്കീർത്തനത്തിന്റെ 11-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യം അതുപോലെ ഒന്ന് മനസ്സിലാക്കി വായിക്കാമോ? ശ്രദ്ധിക്കാമോ? 18:11 സ്തുതിനായി യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യും. പറയാമോ? സ്തുത്യനായ ദൈവത്തെ, യേശുവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കും, എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷ പ്രാപിച്ചേക്കുമെന്നല്ല, പ്രാപിക്കുകയും ചെയ്യും. പ്രൈസ് ഗോഡ്. മൂന്നാമത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം 18-ാം സങ്കീർത്തനത്തിന് 6-ാം വാക്യം. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിൽ എത്തി. ആമേൻ. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിൽ എത്തി. ഒരു കാര്യം, വിശ്വാസത്തിൽ വന്ന ആദ്യത്തെ ദിവസം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം പറയാം. ചങ്ക് തകർന്നു മുട്ടുകുത്തി ദൈവത്തോട് പറഞ്ഞിട്ടുള്ള ഒരൊറ്റ കാര്യം പോലും കേൾക്കാതെ പോയിട്ടില്ല. ഞാൻ ആ വാക്യം ഒന്ന് വായിച്ചേ. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തന്റെ മന്ദിരത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവന്റെ ചെവിയിൽ എത്തി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകല് ഈ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണമെങ്കിൽ 57-ാം സങ്കീർത്തനത്തിൽ 2-ാം വാക്യം മനസ്സിലാക്കി വേണം വിളിക്കാൻ. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. എനിക്ക് വേണ്ടി സകലതും നിർവഹിക്കുന്ന ദൈവം. ഒരു വ്യത്യാസവുമില്ല. ഏത് പ്രശ്നമായാലും ഇന്ന് പകല് എനിക്ക് വേണ്ടി എൻ്റെ ദൈവത്തിന് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന വിശ്വാസിക്കാൻ ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇനി 61:2. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. ദൈവമക്കളെ, ഹൃദയം ക്ഷീണിക്കുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളൊരു പരിപാടിയുണ്ട്. ഭൂമിയുടെ അറ്റത്തെത്തിയാലും അവിടെ നിന്ന് വിളിച്ചപേക്ഷിക്കാൻ. എത്ര 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 തളർന്നു കിടക്കുന്ന അനുഭവമാണെങ്കിലും ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ മനസ്സിലാക്കണം, യെശയ്യാവ് വായിച്ചാണല്ലോ 38-ാം അധ്യായത്തിലൊരു കാര്യം എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് എടുക്കാതെ തന്നെ ഓർമ്മ വരും ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഹിസ്കിയാവിന് മരണകരമായ രോഗം പിടിച്ചു.
പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വെള്ളം കുടിക്കാതെ അവന് ഭക്ഷണം കഴിക്കാതെ മരണകരമായ രോഗം പിടിച്ച് ചാകാനായിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ പ്രവാചകൻ വന്ന് പറയുകയും കൂടെ ചെയ്തു, ഇനി അധികം താമസമില്ല, നീ മരിച്ചു പോകും, ഗ്രഹകാര്യം ക്രമത്തിലാക്കാൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പക്ഷേ ചാകാൻ പോകുന്ന സമയത്താണെങ്കിലും ഒട്ടും ബലമില്ലാത്ത സമയത്താണെങ്കിലും ദൈവത്തിന് സ്തോത്രം, യെസ്കിയാവിന് ഒരു കാര്യം ചെയ്യാൻ പറ്റി. എന്തോ ചെയ്ത്? അവൻ ആ ചുവരിൻ്റെ നേരെ തിരിഞ്ഞിട്ട് ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റി. അതവൻ്റെ വ്യവസ്ഥയ്ക്ക് മാറ്റം വരുത്തി. ഇന്ന് പകൽക്കാലം മറ്റൊന്നും സാധിക്കുന്നില്ലെങ്കിലും കരഞ്ഞ് പ്രാർത്ഥിക്കാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും. ആമേൻ. യെശയ്യാവ് നടുമുറ്റം വിട്ടു പോകുന്നതിന് മുമ്പ് യഹോവയുടെ അരുളപ്പാട് അവന് വീണ്ടും ഉണ്ടായി. നീ ചെന്ന് എന്റെ പ്രഭുവിനോട് പറ, എന്റെ ദാസനോട് പറ, നിന്റെ ആയുസിനോട് ഞാൻ 15 സംവത്സരം കൂട്ടിയിരിക്കുന്നു. അവൻ പ്രാർത്ഥിക്കാൻ കഴിവുള്ള ദൈവവൈതലേ, പ്രാർത്ഥിക്കാൻ മടിയില്ലാത്ത ദൈവവൈതലേ, എത്ര ക്ഷീണിച്ചിരുന്നാലും ഭൂമിയുടെ അറ്റത്ത് നിന്ന് എന്റെ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുമെന്ന്. എന്നെ എത്ര ക്ഷീണിപ്പിച്ചാലും, എത്ര നിരാശപ്പെടുത്തിയാലും, എത്ര തകർക്കാൻ നോക്കിയാലും, ഞാൻ എത്ര തളർന്നു പോയാലും എന്റെ ദൈവസന്നിധിയിൽ കരഞ്ഞ് ഞാൻ എന്റെ കാര്യം നേടുമെന്ന് വിശ്വസിക്കാൻ എത്ര പേർക്ക് സാധിക്കും? ഹല്ലേലൂയ. ദൈവ മക്കളെ, ഈ കുവൈറ്റില് ഒരു ബിജു ഉണ്ട്. ഞാൻ ചെന്നപ്പം പരിചയപ്പെട്ടതാണ്. ബിജു എന്ന പേര്. വിദ്യാഭ്യാസമൊന്നും കാര്യമില്ല. അവൻ ആകപ്പാട് അറിയാവുന്ന ഡ്രൈവിങ് മാത്രം. ഹല്ലേലൂയ. ഇവനെ ആരോ അവിടെ കൊണ്ടിട്ട് പോയി. പ്രൈസ് ഗോഡ്. അവിടെ ചെന്നിട്ട് അവനൊരാഗ്രഹം, എനിക്ക് ഷെറാട്ടൺ ഹോട്ടലിലെ ഡ്രൈവറാകണം. അവിടുത്തെ 7 സ്റ്റാർ ഹോട്ടലാണ് ഷെറാട്ടൺ ഹോട്ടൽ. അതിനകത്തെ ഡ്രൈവറാകണം. എന്താ കാരണം? എനിക്ക് അവനൊരാഗ്രഹം. അവനോട് പലരും അവനെ ജോലിക്ക് വിളിച്ചു. അവൻ പറഞ്ഞു, ഞാൻ വരത്തില്ല. പിന്നെ ഞാൻ ഷെറാട്ടണിൽ ഡ്രൈവിങ്ങിന് എന്നെ വിളിച്ചാലേ ഞാൻ പോകത്തുള്ളൂ. അതിന് നിന്നെ വിളിച്ചിട്ടുണ്ടോ? എന്നെ വിളിച്ചിട്ടില്ല. വിളിക്കും. എപ്പോൾ വിളിക്കും? അതെനിക്കറിയത്തില്ല. എന്നെ വിളിക്കും. ഞാൻ ഇവിടുത്തെ എൻ്റെ വിസിറ്റിംഗ് വിസയുടെ കാലാവധി കഴിഞ്ഞ് തിരികെ പോകുന്നതിന് മുമ്പ് എന്നെ ഷെറാട്ടൺ വിളിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇതവിടെ മുഴുവൻ പാട്ടായി, എല്ലാവരുടെയും പാട്ടായി. ഒടുക്കം അവനോട് ചോദിച്ചു, ബിജു, നീ ഷെറാട്ടണിൽ ഡ്രൈവിംഗ് ജോലി കിട്ടുമെന്ന് പറയുന്നുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതിന് നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു, ഞാനൊന്നും ചെയ്യുന്നില്ല. പിന്നെ ഞാൻ ആകപ്പാടൊരു കാര്യം ചെയ്യും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. രാത്രി അങ്ങോട്ട് എഴുന്നേക്കും, പായിട്ട് നിലത്തോട്ട് അങ്ങോട്ട് ഇരിക്കും, എന്നിട്ട് മോളിലോട്ട് നോക്കി ഒരു കരച്ചിൽ അങ്ങോട്ട് കരയും. എന്നിട്ട് കരഞ്ഞോണ്ട് എൻ്റെ ദൈവത്തോട് പറയും, എൻ്റെ കർത്താവേ, എനിക്ക് ഷെറാട്ടണിൽ ജോലി നീ തന്നേ പറ്റൂ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പറഞ്ഞ് കരഞ്ഞ് ക്ഷീണിക്കുമ്പോൾ കിടന്നുറങ്ങും. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഭൂമിയുടെ അറ്റത്തുനിന്ന് ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കും. കൂടുതലൊന്നും ഞാൻ വിവരിക്കുന്നില്ല. ബിജു ഷെറാട്ടണിലെ ഡ്രൈവറാണ്. നിനക്ക് വാശിയോടെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? വാശിയോടെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? എൻ്റെ ദൈവമേ, നീ എന്നെ, അവന് യാക്കോബ് ഇപ്രകാരം പറഞ്ഞു. പ്രൈസ് ഗോഡ്. യബ്ബോക്കിൻ്റെ തീരത്ത് വെച്ച് യാക്കോബ് ഇപ്രകാരം പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. ഇന്ന് പകൽക്കാലം അതുപോലെ വാശിയോടെ ഈ വിഷയത്തിൽ ദൈവം എന്നെ അനുഗ്രഹിച്ചല്ലാതെ, ദൈവം എന്നെ സഹായിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല എന്ന് പറയാൻ എത്ര പേർക്ക് സാധിക്കും? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഉടബര ഹദുര ജബനക ദഗലക ജന്തല ബരബര ശബ്ദർ കൗഡ രഗത ജലബല ഹത്തല ജൗഡ അത്ത രഗത കനന്തല ബനക സന്തുര ബരബല ഹത്തൽ ബൗഡ അത്തര ജബന ദലകല ഹസ്സ ജൗഡ രഗത ജലപ്രവശ്യ. പക്ഷെ പുതിയ നിയമം വായിച്ചിട്ടുള്ള നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ക്ലോസ് വെച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, എങ്കിലും നിന്റെ ഇഷ്ടമല്ല, എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം. കർത്താവും അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിച്ചത്. പക്ഷെ എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചു? 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. 3 പ്രാവശ്യം കഴിഞ്ഞപ്പോൾ പ്രാർത്ഥന നിർത്തി, ഇനി പോകാം എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. അപ്പോൾ ഈ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് എന്തോ ഗുണമുണ്ടായോ? പ്രത്യക്ഷത്തിൽ ഗുണമൊന്നും ഉണ്ടായില്ല. പക്ഷെ ഒരു കാര്യം നമ്മളിവിടെ വായിക്കുന്നുണ്ട്. അവൻ 3-ാം പ്രാവശ്യവും ചെന്ന് ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു. ആമേൻ. പിതാവായ ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് അവന് ഉത്തരം കൊടുത്ത് അവനെ ബലപ്പെടുത്തി. അവനൊരു കാര്യം മനസ്സിലായി, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടി, എൻ്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തി. പിതാവ് തൻ്റെ ദൂതന്മാരെ അയച്ച് എന്നെ ബലപ്പെടുത്തി. ഇനി ഏത് വിഷയമായാലും അത് ഭരണം ചെയ്യുവാൻ, അത് കൈകാര്യം ചെയ്യുവാൻ ആവശ്യമായ ബലം
ബലം എനിക്കുണ്ട്. നാം പോക. നീ ഇനി മുട്ടുകുത്തി നിൽക്കാനല്ല, നീ ഇറങ്ങി പുറപ്പെടുവാൻ, ഒരു പടക്കുതിരയെ പോലെ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുവാൻ, ഇനി ചടഞ്ഞിട്ട് കിടക്കാനല്ല, നിന്നെ എതിരിടുന്ന ശത്രുവിനെ നേരിട്ട് കൈകാര്യം ചെയ്യുവാൻ. അവൻ ഹല്ലേലൂയ ഇറങ്ങാൻ ഇന്ന് പകൽക്കാലം ധൈര്യം പ്രാപിക്കുന്നവർ എത്ര പേരുണ്ട്? ഉടവന ഹദുര ജഗരക ദഗല അന്തര ജബന ദരഗര ഹർദുല ബൗഡ ശന്ദർ കദന അസ്തന ജൗഡ ചവലക ദഗര. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മേഘഭാര ജൗനദോര ശംബരാദ ഹർദന അതകൽ കൗഡ രഗദക ജഗന ദലമല ഹത്തര ബൗഡ മകര ചനബ ഹത്തുന ജബനക ദനദല ഹസ്തന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ഗോഡ് പ്രൈസ് ഗോഡ് പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. യേശുവിന് കാര്യത്തിൽ തൻ്റെ ഇടത്തോടെ അങ്ങോട്ട് ഇറങ്ങി. പരിണിതം എന്താണെന്നറിയാമോ? കൊലോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനം, കൊലോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം, അതിൻ്റെ 2-ാം അധ്യായം. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 13 വാക്യങ്ങൾ, 13, 14, 15 വാക്യങ്ങൾ. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോടുകൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് അങ്ങോട്ട് മായ്ച്ച്, നമുക്ക് പ്രതികൂലമായിരുന്ന കയ്യെഴുത്തുകൾ അങ്ങോട്ട് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. എന്നിട്ട് വാഴ്ചകളെയും അധികാരങ്ങളെയും. പ്രൈസ് ഗോഡ്. നാം പോകാ എന്ന് പറഞ്ഞത് തോക്കാനല്ല, നാം പോകാമെന്ന് പറഞ്ഞത് മുടിയാനല്ല, ഞാൻ പോകാമെന്ന് പറഞ്ഞത്, നമുക്ക് പോകാമെന്ന് പറഞ്ഞത് നശിക്കാനല്ല, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ദൈവവേദന നീ പ്രാർത്ഥിച്ച് അങ്ങോട്ട് നിന്നാലുണ്ടല്ലോ, നീ പ്രാർത്ഥിച്ച് ദൈവകൃപ പ്രാപിച്ച് അങ്ങോട്ട് എഴുന്നേറ്റാലുണ്ടല്ലോ, ശത്രുവിന്റെ സകല ആയുധവർഗങ്ങളും താഴെ വപ്പിച്ച് ക്രൂശിൽ അവനെ മേൽ ജയോത്സവം കൊണ്ടാടിയ കർത്താവിന്റെ ശക്തി, ആ ബലത്തിന്റെ ശക്തി, വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന അവന്റെ അളവില്ലാത്ത ശക്തി, പുനരുദ്ധാരത്തിന്റെ ശക്തി നിന്നിൽ വ്യാപരിച്ചിട്ട് നിന്നെ എതിർത്ത് നിൽക്കുന്ന വിഷയത്തെ, തകർക്കാൻ നിൽക്കുന്ന വിഷയത്തെ ആയുധവർഗം വപ്പിച്ച് അവരുടെ മേൽ പരസ്യമായി വിജയം കൊണ്ടാടുവാൻ നിന്നെ സഹായിക്കുന്ന ജയാളിയായ യേശുവിന്റെ നാമം നിനക്ക് കോട്ടയാണ്. ഇന്ന് പകൽക്കാലം തോൽക്കാനല്ല, തകരാനല്ല, നശിക്കാനല്ല, ആയുധവർഗം വപ്പിച്ച്, ശത്രുവിന്റെ ആയുധവർഗം വപ്പിച്ച്. എഫെസ് ലേഖനത്തിൽ അതുകൊണ്ടാണ് പൗലോസ് എഴുതിയത്, പിശാചിനോട് കോംപ്രമൈസ് ചെയ്യല്ലേ. നീ ദുഃഖിച്ച് പ്രയാസപ്പെട്ട് ഭാരപ്പെട്ട് കോംപ്രമൈസ് ചെയ്യല്ലേ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിന്നെ വിട്ട് ഓടിപ്പോകും. വിശ്വാസം കണ്ടുകൊണ്ട് കാണാൻ സാധിക്കുന്നുണ്ടോ? ഓടിപ്പോകുന്നൊരു കാഴ്ച, നിന്റെ വീട്ടിൽ നിന്ന് ഓടിപ്പോകുന്ന കാഴ്ച, നിന്റെ പ്രശ്നം ഓടിപ്പോകുന്ന കാഴ്ച, നിന്റെ കടപ്പറയിൽ നിന്ന് ഓടിപ്പോകുന്ന കാഴ്ച, നിന്റെ ഊണുമുറിയിൽ നിന്ന് ഓടിപ്പോകുന്ന കാഴ്ച, നിന്റെ കോമ്പൗണ്ടിന്റെ വെളിയിലേക്ക് ശത്രു ഓടിപ്പോകുന്ന കാഴ്ച വിശ്വാസം കണ്ടുകൊണ്ട് കാണാൻ എത്ര പേർക്ക് സാധിക്കും? പ്രൈസ് ഗോഡ്. അങ്ങനെ ജയം പ്രാപിക്കുവാൻ ഒരു തീരുമാനമെടുത്തു പോകാം. 55:17. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഞാൻ വിടുതൽ പ്രാപിക്കും. ദൈവത്തെ ആരാധിച്ച് ഞാൻ വിടുതൽ പ്രാപിക്കും. ദൈവമക്കളെ, ഇതല്ലാതെ നമുക്ക് വേറെ ഷോർട്ട് കട്ടില്ല. പ്രാർത്ഥിച്ച് ഞാൻ ജയിക്കും, ഞാൻ പ്രാർത്ഥിച്ച് നേടും. എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ സാധിക്കും? അങ്ങനെ ഒരു തീരുമാനമെടുക്കാം ഇന്ന് പകല്. ഞാൻ പ്രാർത്ഥിച്ച് നേടും. നമ്മൾ മനസ്സിലാക്കണം, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. ആ അധികാരം ഉപയോഗിച്ച് ദൈവമക്കളെന്നുള്ള പദവിയിൽ നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു നേടും. പ്രൈസ് ഗോഡ്. അങ്ങനെ തീരുമാനിക്കുന്നൊരു കരം ഉയർത്തിയാട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്ന് പകൽ ഈ ഒരു തീരുമാനമെടുത്ത് കരമുയർത്തിയിരിക്കുന്ന നിന്റെ മക്കളെ നീ സഹായിക്കണമേ. അവർ ചുമന്നു കൊണ്ടുവന്ന ഭാരം ഇന്ന് ഇവിടെ ഇട്ട്
വെറും കൈയോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ മടങ്ങിപ്പോകുവാൻ സ്വർഗം അവരെ അധികാരപ്പെടുത്തണമേ. എത്ര വലിയ വിഷയമായാലും ഇന്നിതിവിടെ ഇട്ടിട്ട് പോകുന്നു. അടുത്ത ഞായറാഴ്ച വരുമ്പോൾ വലിയൊരു അനുഗ്രഹത്തിൻ്റെ വിടുതലിൻ്റെ സാക്ഷ്യം അത് കൊണ്ടുവരുവാൻ സഹായിക്കണമേ. പോരാടിക്കൊണ്ടിരിക്കുന്ന സകല അന്ധകാര പോരാട്ടങ്ങളെയും നസ്രയനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് ശാസിച്ച് ബന്ധിക്കുകയാണ്. ഇനി പൊങ്ങി വരാതെ കണ്ട് പ്രശ്നങ്ങൾ ഇവിടെ അടങ്ങട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ